ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം തുടരുകയാണ്. ഇടയ്ക്കൊരു ദിവസത്തെ ബ്രേക്ക് വന്നു. ചില യാത്രകളായിരുന്നു, ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട്, ചില പരിപാടികളും കാലടിയിലും ഒക്കെ ആയിട്ട്. ഓ നാരായണ. ഹരി ഓം. നമ്മൾ ഭാഗവതം ദശമസ്കന്ധം 47-ാം അധ്യായം ഉദ്ധവദൂത് ആ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോപികമാരുടെ പരിഭവം തങ്ങളുടെ മുമ്പിൽ വന്ന ഒരു വണ്ടിനോട് പറയുന്നതായിട്ടുള്ള ഭ്രമരഗീതം നമ്മൾ വിശദമായി കണ്ടു. അതിനുശേഷം അവസാനത്തെ ശ്ലോകത്തിൽ ആ ഗോപികമാര് ഉദ്ധവനോട് കുശലപ്രശ്നം ചെയ്യുന്നു. അത് ആ വണ്ടിനോട് തന്നെ ചോദിക്കുന്ന രീതിയിൽ മധുരാപുരിയിലുള്ള എല്ലാവരുടെയും വിശേഷങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഉദ്ധവൻ സന്ദർഭം കിട്ടുമ്പോൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഗോപികമാരെ ആശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ പ്രശംസിക്കുന്ന നല്ല വാക്കുകൾ ആദ്യം പറഞ്ഞു. നിങ്ങൾ ഏറ്റവും ഭാഗ്യവതികളാണ്, ധന്യകളാണ്, നിങ്ങളുടെ ജന്മം പൂർണ്ണമായിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പിന്നീട് ഭഗവാൻ എന്താണോ ഉദ്ധവന്റെ അടുത്ത് പറഞ്ഞു വിട്ടത് ഗോപികമാരോട് പറയാനായിക്കൊണ്ട്, ആ ഭഗവാന്റെ സന്ദേശം, വാസ്തവത്തിൽ ഭഗവാന്റെ തത്വം ഗോപികമാരെ അറിയിക്കാൻ വേണ്ടി ഭഗവാന്റെ തന്നെ വാക്കുകൾ. എന്തുകൊണ്ട് ഭഗവാൻ ഗോപികമാരിൽ നിന്ന് അകന്നു നിൽക്കുന്നു, മറഞ്ഞു നിൽക്കുന്നു, ദൂരെ നിൽക്കുന്നു, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം ഭഗവാൻ തുറന്നു പറയുന്നു. ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ, ആ ഗോപികമാരോടുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ബുദ്ധിയുടെ തുറന്ന ഒരു അവതരണമാണ് ആ ഭഗവാന്റെ വാക്കുകൾ. അത് ഉദ്ധവൻ ഗോപികമാരോട് പറയുന്നതായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കതിലേക്ക് വരാം. അപ്പോൾ 22-ാം ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. 22 മുതൽക്ക് അവസാനം വരെ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് തുടരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 47-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അഥോദ്ധവോ നിശമ്യൈവം കൃഷ്ണദർശനലാലസാഃ സാന്ത്വയൻ പ്രിയസന്ദേശൈഃ ഗോപീഃ ഇദമഭാഷത. ഉദ്ധവ ഉവാച. അഹോ യൂയം സ്മ പൂർണാർത്ഥാഃ ഭവത്യോ ലോകപൂജിതാഃ വാസുദേവേ ഭഗവതി
യാസാമിത്യർപ്പിതം മനഃ. ദാനവ്രതതപോ ഹോമജോ ജപസ്വാധ്യായ സംയമൈഃ ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഃ കൃഷ്ണേ ഭക്തിർഹി സാധ്യതേ. ഭഗവത്യുത്തമശ്ലോകേ ഭവതീഭിർ അനുത്തമാ ഭക്തിഃ പ്രവർത്തിതാ ദിഷ്ട്യാ മുനീനാമപി ദുർലഭ. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനി ച ഹിത്വാ വൃണീത യൂയം യത്കൃഷ്ണാഖ്യം പുരുഷം പരം. സർവാത്മഭാവോധികൃതോ ഭവതീനാമദോക്ഷജേ വിരഹേണ മഹാഭാഗാ മഹാൻ മേ അനുഗ്രഹഃ കൃതഃ. ശ്രൂയതാം പ്രിയസന്ദേശോ ഭവതീനാം സുഗാവഹഃ യമാദായാഗതോ ഭദ്രാ അഹം ഭർത്തുഃ രഹസ്കരഃ. ശ്രീഭഗവാനുവാച ഭവതീനാം യോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായുഅഗ്നിർജലം മഹീ തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയഗുണാശ്രയഃ ആത്മന്യേവാത്മനാത്മാനം സൃജേഹന്മി അനുപാലയേ. ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാ ആത്മാ ജ്ഞാനമയഃ ശുദ്ധോ വ്യതിരിക്തോ അഗുണാന്വയഃ സുഷുപ്തിസ്വപ്നജാഗ്രദ്ഭിഃ മായാവൃത്തിഭിരീയതേ. യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേതാ മൃഷാ സ്വപ്നവദുത്ഥിതഃ തന്നിരുന്ധ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത. ഏതദന്തഃ സമാംനായോ യോഗഃ സാങ്ക്യം മനീഷിനാം ത്യാഗസ്തപോദമഃ സത്യം സമുദ്രാന്താ ഇവാപഗാഃ. യത്വഹം ഭവതീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസഃ സന്നികർഷാർത്ഥം മദനുധ്യാനകമ്യയാം. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തത്തെ സ്ത്രീണാം ച ന തഥാ ചേതഃ സന്നികൃഷ്ടേ അക്ഷിഗോചരേ. മയ്യാവേശ്യ മനഃകൃത്സ്നം വിമുക്താ ശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാമുപൈഷ്യഥ. യാ മയാ ക്രീഡതാ രാത്ര്യാം വനേസ്മിൻ വ്രജ ആസ്ഥിതാഃ അലബ്ധരാസാ കല്യാണ്യോ മാ പൂർവമദ്വീര്യചിന്തയാ. ശ്രീശുക ഉവാച ഏവം പ്രിയതമാദിഷ്ടം ആകർണ്യ വ്രജയോഷിതഃ താ ഊചുരുദ്ധവം പ്രീതാസ്തൽ സന്ദേശാഗത സ്മൃതീഃ. ഗോപ്യ ഊചുഃ ദിഷ്ട്യാ ഹിതോ ഹതഃ കംസോ യധൂനാം സാനുഗോഘകൃത് ദിഷ്ട്യാപ്തൈർലബ്ധ സർവാർത്ഥൈഃ കുശല്യാസ്തേ അച്യുതോऽധുനാ. കച്ചിദ്ഗദാഗ്രജഃ സൗമ്യ കരോതി പുരയോഷിതാം പ്രീതിം നഃ സ്നിഗ്ധസവ്രീഡാസോദാരേക്ഷണാർച്ചിതഃ. കഥം രതിവിശേഷജ്ഞഃ പ്രിയശ്ച വരയോഷിതാം നാനുബധ്യേത തദ്വാക്യൈഃ വിഭ്രമൈശ്ചാനുഭാജിതഃ. അപി സ്മരതി നഃ സാധോ ഗോവിന്ദഃ പ്രസ്തുതേ ക്വചിത് ഗോഷ്ഠീ മധ്യേ പുരസ്ത്രീണാം ഗ്രാമ്യാഃ സ്വൈരകദാന്തരേ. താ കിം നിശാ സ്മരതി യാസു തദാ പ്രിയാഭിഃ വൃന്ദാവനേ കുമുദകുന്ദ ശശാങ്കരമ്യേ രമേ ക്വണച്ചരണനൂപുരരാസഗോഷ്ഠ്യാം അസ്മാഭിരീഡിതമനോജ്ഞ കദാചിത്. അപ്യേഷ്യദീഹദാചാർഹഃ തപ്താ സ്വകൃതയാ ശുചാ സഞ്ജീവയന്നു നോ ഗാത്രൈഃ യദേന്ദ്രോ വനമംബുധൈഃ. കസ്മാത് കൃഷ്ണൈഃ യാതി പ്രാപ്തരാജ്യോ ഹതാഹിതഃ നരേന്ദ്രകന്യാ ഉദ്വാഹ്യ പ്രീതഃ സർവസുഹൃദ്വൃതഃ. കിമസ്മാഭിർവനൗ ഗോഭിഃ അന്യാഭിർവാ മഹാത്മനഃ ശ്രീപദേരാപ്തകാമസ്യ ക്രിയേതാർത്ഥഃ കൃതാത്മനഃ. പരം സൗഖ്യം ഹി നൈരാശ്യം സ്വൈരിണ്യപ്യാഹ പിംഗളാ തജ്ജാനതീനാം നഃ കൃഷ്ണേ തദാപ്യാശാ ദുരത്യയാ. കൗൽസഹേദ സന്ത്യക്തും ഉത്തമ ശ്ലോക സംവിദം അനിച്ഛതോപി യസ്യ ശ്രീഃ അംഗാ നച്ചവതേ ക്വചിത്.
സരിച്ചൈലവനോദ്ദേശാ ഗാവോ വേണുരവായിമേ സംഘർഷണ സഹായേന കൃഷ്ണേനാചരിതാ പ്രഭോ പുനഃ പുനഃ സ്മരയന്തി നന്ദഗോപസുതം വദ ശ്രീനികേതൈസ്തൽപദകൈർവിസ്മർത്തും നൈവ ശക്നുമഃ ഗത്യാ ലളിതയോദാരഹാസലീലാവലോകനൈഃ മാധ്വ്യാ ഗിരാ ഹൃതദിയഃ കഥം തം വിസ്മരാമഹേ. ഹേ നാദ ഹേ രമാനാദ വ്രജനാദാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വൃജിനാർണവാത്. ശ്രീശുക ഉവാച തതസ്ഥാഃ കൃഷ്ണസന്ദേശൈർവ്യപേതവിരഹജ്വരാः ഉദ്ധവം പൂജയാൻ ചക്രുഃ ജ്ഞാത്വാത്മാനമധോക്ഷജം. ഉവാസ കതിചിന്മാസാൻ ഗോപീനാം വിനുദൻ ശുചഃ കൃഷ്ണലീലാകഥാം ഗായൻ രമയാമാസ ഗോകുലം. യാവന്ത്യഹാനി നന്ദസ്യ വ്രജേ വാത്സീത് സ ഉദ്ധവഃ വ്രജൗകസാം ക്ഷണപ്രായാണ്യാസൻ കൃഷ്ണസ്യ വാർത്തയാ. സരിദ്വനഗിരിദ്രോണീഃ വീക്ഷൻ കുസുമിതാൻ ദ്രുമാൻ കൃഷ്ണം സംസ്മാരയൻ രേമേ ഹരിദാസോ വ്രജൗകസാം. ദൃഷ്ട്വൈവ മാദിഗോപീനാം കൃഷ്ണാവേശാത്മവിക്ലവം ഉദ്ധവഃ പരമപ്രീതഃ താ നമസ്യൻ ഇദം ജഗൗ. ഏതാഃ പരം തനുമൃദോ ഭുവി ഗോപവധ്വോ ഗോവിന്ദ ഏവ നിഖിലാത്മനിരൂഢഭാവാഃ വാഞ്ചന്തി യദ്ഭവഭിയോ മുനയോ വയം ച കിം ബ്രഹ്മജന്മഭിരനന്തകഥാരസസ്യ. ക്വേമാ സ്ത്രിയോ വനചരീർവ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനിരൂഢഭാവഃ. നന്വീശ്വരോനുഭജതോ വിദുഷോऽപി സാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജൈവോപയുക്തഃ. നായം ശ്രിയോऽംഗൗ നിതാന്തരതേഃ പ്രസാദഃ സുര്യോഷിതാം നളിനഗന്ധരുജാം കുതോന്യാഃ. രാസോത്സവേസ്യ ഭുജദണ്ഡഗൃഹീതകണ്ഡലബ്ധാശിഷാം യൗദഗാദ് വ്രജവല്ലവീനാം. ആസാമഹോ ചരണരേണുജുഷാം അഹം സ്യാം വൃന്ദാവനേ കിമപി ഗുൽമലതൗഷധീനാം. യാ ദുസ്ത്യജം സ്വജനമാര്യപദം ച ഹിത്വാ ഭേജുർമുകുന്ദപദവീം ശ്രുതിഭിർവിമൃഗ്യാം. യാ വൈ ശ്രിയാർച്ചിതമജാതിഭിരാപ്തകാമൈഃ യോഗേശ്വരൈരപി യദാത്മനിരാസഗോഷ്ഠ്യാം. കൃഷ്ണസ്യ തദ്ഭഗവതശ്ചരണാരവിന്ദം ന്യസ്തം സ്തനേഷു വിജഹുഃ പരിലഭ്യതാപം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരിഗതോദ്ഗീതം പുനാതി ഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരിഗതോദ്ഗീതം പുനാതി ഭുവനത്രയം. ശ്രീശുക ഉവാച ഗോപീരനുജ്ഞാപ്യ യശോദാം നന്ദമേവ ച ഗോപാൻ ആമന്ത്ര്യ ദാശാർഹോ യാസ്യൻ ആരുരുഹേ രഥം. തം നിർഗതം സമാസാദ്യ നാനോപായനപാണയഃ നന്ദാദയോനുരാഗേണ പ്രാവോചൻ അശ്രുലോചനാഃ. മനസോ വൃത്തയോ ന സ്യുഃ കൃഷ്ണപാദാംബുജാശ്രയാഃ. വാചോ വിദായിനീർനാംനാം കായസ്ഥൽപ്രഹ്വണാദിഷു കർമ്മഭിർഭ്രമ്യമാണാനാം യത്ര ക്വാമീശ്വരേച്ഛയാ മംഗളാചരിതൈർദാനൈഃ ഹൃദിർനഃ കൃഷ്ണ ഈശ്വരേ. ഏവം സഭാജിതോ ഗോപൈഃ കൃഷ്ണഭക്ത്യാ നരാധിപ. ഉദ്ധവഃ പുനരാഗച്ഛൻ മധുരാം കൃഷ്ണപാലിതാം. കൃഷ്ണായ പ്രണിപത്യാഃ ഭക്ത്യുദ്രേകം വ്രജൗകസാം. വസുദേവായ രാമായ രാജ്ഞേ ച ഉപായനാന്യദാത്. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഉദ്ധവ പ്രതിയാനേ സപ്തചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. ഭഗവാന്റെ ഗുരുകുലവാസം കഴിഞ്ഞ് ദക്ഷിണയെല്ലാം കൊടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ഭഗവാൻ ആദ്യം ചെയ്തത് ഉദ്ധവനെ തൻ്റെ ദൂതനായി ഗോകുലത്തിലേക്ക് അയക്കുകയാണ്. നന്ദരെയും യശോദയെയും ഗോപികമാരെയും എല്ലാം ആശ്വസിപ്പിക്കലാണ് ഉദ്ധവന്റെ ദൗത്യം. അതിലൂടെ ഭഗവാന്റെ തത്വം അവർക്ക് ഉപദേശിക്കലും കൂടെ. ഭഗവാനെ 11 വർഷത്തിലധികം കാണുകയും അനുഭവിക്കുകയും സേവിക്കുകയും ചെയ്തതായിട്ടുള്ള ആ നന്ദഗോപർക്കും ഗോപവംശത്തിനും മുഴുവൻ, പ്രത്യേകിച്ച് ഗോപികൾക്കും യശോദയ്ക്കും എല്ലാവർക്കും ആ ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം, അത് ഭഗവത് തത്വ സാക്ഷാത്കാരത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഭഗവാൻ തൻ്റെ സന്ദേശവാഹകനായി ഏറ്റവും യോഗ്യനായ, തനിക്ക് തുല്യനായിട്ടുള്ള ആ ഉദ്ധവനെ തന്നെ അയക്കുന്നത്. ആ ഉദ്ധവൻ വളരെ വിജയകരമായി ആദ്യത്തെ ഭാഗം, അഥവാ അച്ഛനമ്മമാരായ നന്ദനെയും യശോദയെയും സാന്ത്വനിപ്പിച്ചു. അതിലൂടെ ഭഗവത് തത്വമാണ് അദ്ദേഹം അച്ഛനമ്മമാർക്ക് പറഞ്ഞു കൊടുത്തത്. ആരാണ് കൃഷ്ണൻ, എന്താണ് കൃഷ്ണതത്വം എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള സാഹചര്യം നന്ദൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഗർഗമഹർഷി ഭഗവാനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ. അപ്പോൾ ഒരു സാധാരണ ഒരു പ്രാകൃത ശിശുവല്ല അങ്ങയുടെ പുത്രനായി ഇവിടെ 11 വർഷം ലീല ചെയ്തത്. സാക്ഷാൽ ആ പരബ്രഹ്മം തന്നെ നാരായണനായി, ആ നാരായണൻ തന്നെ ശ്രീകൃഷ്ണനായി അവതരിച്ചു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ദൗത്യമുണ്ട്. ഈ അവതാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിലേറ്റവും നല്ല കാലം നിങ്ങളുടെ കൂടെയാണ് കഴിച്ചത്. നിങ്ങളുടെ എല്ലാം സുഹൃതമാണ്, ഭാഗ്യമാണ് ആ ഭഗവാനെ ബാലഭാവത്തിൽ അനുഭവിക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് ഭഗവാൻ നിങ്ങളുടെ കൂടെ കഴിച്ചത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് മനസ്സ് വിട്ടുപോകാതിരിക്കുക. അങ്ങനെ പുത്രഭാവത്തിലും സുഹൃദ്ഭാവത്തിലുമെല്ലാം ആ കൃഷ്ണനെ നിങ്ങൾ ധ്യാനിച്ച്, എപ്പോഴും ധ്യാനിച്ചിരിക്കുമ്പോൾ ആ കൃഷ്ണ തത്വം എന്താണെന്നും കൂടി ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ തത്വബോധത്തോടെയുള്ളതായിട്ടുള്ള കൃഷ്ണധ്യാനം നിങ്ങളെ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കും, ആത്മജ്ഞാനത്തിലേക്ക് എത്തിക്കും. അതാണ് ഭഗവാന്റെ സന്ദേശം. അത് ഉദ്ധവൻ വളരെ നല്ല രീതിയിൽ അച്ഛനമ്മമാർക്ക് ബോധ്യപ്പെടുത്തി. പിന്നീടാണ് ഗോപികമാർ, പിറ്റേ ദിവസം രാവിലെയാണ് ഉദ്ധവനെ കണ്ടതെന്ന് നമ്മൾ കണ്ടു. ആ ഉദ്ധവനെ എല്ലാവരും കൂടി വളഞ്ഞ് ചോദ്യം ചെയ്യാനിരുന്നതായിട്ടുള്ള സമയത്ത് ഒരു വണ്ടിനെ കണ്ടപ്പോൾ ആ വണ്ടിനോട് അവരുടെ പരിഭവം പറഞ്ഞതാണ്. കൃഷ്ണനെ ചീത്ത വിളിക്കും പോലെ വണ്ടിനെ ചീത്ത വിളിച്ചു, വഞ്ചകനെന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അങ്ങനെയുള്ള ഭ്രമരഗീതം നമ്മൾ വിസ്തരിച്ച് കണ്ടു. ഗോപികമാരുടെ എത്രത്തോളം അവർ ഭഗവാനെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു, ഭഗവാനെ പ്രേമിക്കുന്നു, ഭഗവാനെ തന്നെ നിരന്തരം സ്മരിക്കുന്നു. മറ്റൊരു കർമ്മത്തിലും അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആ ഗീതത്തിലൂടെ അവർ വെളിപ്പെടുത്തി. അത് കേട്ട് അതിന് മറുപടിയായിട്ടാണ് ഉദ്ധവൻ ഭഗവാന്റെ സന്ദേശം പറയാൻ ആരംഭിക്കുന്നത്. അതിന് അദ്ദേഹം ആദ്യം അവരെ ബഹുമാനിച്ചുകൊണ്ട് സാന്ത്വയൻ പ്രിയ സന്ദേശേ ഗോപീഹി ഇതം അഭാഷത, പ്രിയന്റെ സന്ദേശങ്ങളെ കൊണ്ട് സാന്ത്വനിപ്പിച്ചുകൊണ്ട്
ഇപ്രകാരം ഗോപികളോട് പറഞ്ഞു എന്ന ആ ഉദ്ധവന്റെ വാക്കുകൾ, നിങ്ങൾ പൂർണാർത്ഥരാകുന്നു, നിങ്ങളുടെ അർത്ഥങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു, പുരുഷാർത്ഥമെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു, നിങ്ങൾ ലോകപൂജിതരായി തീർന്നിരിക്കുന്നു, ലോകത്തിലെല്ലാവരും നിങ്ങളെ പൂജിക്കുന്നു, ബ്രഹ്മദേവൻ വരെ നിങ്ങളെ പൂജിച്ചിട്ടാണ് പോയത്, എല്ലാവരും നിങ്ങളെ ബഹുമാനത്തോടുകൂടി കാണും. കാരണം യാസാം മനഃ വാസുദേവേ ഭഗവതി ഇതി അർപ്പിതം, ആരുടെ മനസ്സാണോ ആ ഭഗവാനിൽ ഇങ്ങനെ പരിപൂർണമായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള നിങ്ങളുടെ ഭാഗ്യത്തെക്കുറിച്ച് എല്ലാവരും, ലോകത്തിലെല്ലാവരും ബഹുമാനിക്കുന്നു. ദാനം, വ്രതം, തപസ്, ഹോമം, ജപം, സ്വാധ്യായം, സംയമം മുതലായ ശ്രേയോ സാധനകളെ കൊണ്ട് എന്താണോ നേടേണ്ടത് അത് നേടിയിരിക്കണം. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം കൃഷ്ണഭക്തി ഉണ്ടാവലാണ്. നമ്മുടെ ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ സൂത മഹാശയൻ ശൗനകാദികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ധർമ്മങ്ങളും എല്ലാം നിങ്ങൾ അനുഷ്ഠിക്കുന്നത് ആ ഭഗവാന്റെ കഥയിൽ അഭിരുചി ഉണ്ടാവാനാണ്. ഭഗവാന്റെ കഥയിൽ അഭിരുചി ഉണ്ടാകുന്നതോടുകൂടി ഭഗവത് കഥകൾ നിങ്ങൾ കേൾക്കാനിടയാകുന്നു. അങ്ങനെ ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുന്നതോടുകൂടി ഭഗവാൻ നിങ്ങളുടെ കർണദ്വാരങ്ങളിലൂടെ, കർണരന്ധ്രങ്ങളിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഹൃദയത്തിൽ പ്രവേശിച്ച ഭഗവാൻ നിങ്ങളുടെ അകത്തുള്ള അന്ധക്കരണ മാലിന്യങ്ങളെയെല്ലാം തൂത്തെറിയുന്നു, എന്നിട്ട് സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അങ്ങനെ ഭഗവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് ആ അന്ധക്കരണ ശുദ്ധി കൊണ്ട് തത്വജ്ഞാനത്തിനുള്ള അധികാരം സിദ്ധിക്കുന്നു. അങ്ങനെ ഗുരുമുഖത്തു നിന്ന് നിങ്ങൾക്ക് തത്വജ്ഞാനം ശ്രവിക്കാനും ആ തത്വബോധം ഉറയ്ക്കാനും എല്ലാം കാരണമായി തീരും. ആ തത്വബോധത്തിൻ്റെ ഉറപ്പാണ്, നിഷ്ഠയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വളരെ കൃത്യമായിട്ട് മുമ്പേ പറഞ്ഞ, ഭാഗവതത്തിൽ പല പ്രാവശ്യം പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇവിടെ. എല്ലാ കർമ്മങ്ങളുടെയും ധർമ്മങ്ങളുടെയും താല്പര്യം എന്ന് പറയുന്നത് ഭഗവാനിൽ ഭക്തി ഉണ്ടാവലാണ്. കൃഷ്ണേ ഭക്തിരിഹി സാധ്യതേ, ഈശ്വരനിലുള്ള ഭക്തി വളരുകയാണ് വേണ്ടത്. ആ ഭക്തി നിങ്ങൾക്ക് ധാരാളമായിട്ട് വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഭഗവതി ഉത്തമ ശ്ലോകേ ഭവതീഭി അനുത്തമാ ഭക്തി പ്രവർത്തിത ദിഷ്ട്യാ മുനീനാമപി ദുർലഭ. വലിയ വലിയ മുനിമാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന ആ ഭഗവത് ഭക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം നിറഞ്ഞു തുളുമ്പുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ള ഒന്നിലും അഭിരുചിയില്ലാതായത്, എല്ലാറ്റിനോടും നിങ്ങൾക്ക് സംഘമില്ലാതായി. ദിഷ്ട്യാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനിച്ച് ഹിത്വാ അവൃണീതയൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പരം. ഭാഗ്യം, നിങ്ങളുടെ സുഹൃതം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുത്രന്മാരെയും ഭർത്താവിനെയും ദേഹത്തെ പോലും സ്വജനങ്ങളെയും വീടുകളെയും എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണാഖ്യം പരംപുരുഷം യൂയം അവൃണീത, കൃഷ്ണനെന്ന് പേരുള്ള പരമപുരുഷനെ നിങ്ങൾ ഹൃദയത്തിൽ വരിച്ചിരിക്കുന്നു. വരേണ്യൻ അവൻ തന്നെയാണ്, അല്ലേ? ഭരിക്കാൻ ഏറ്റവും യോഗ്യനായിരിക്കുന്നവൻ ആ ഭഗവാനാണ്. ആ ഭഗവാനെ വരിച്ച് ആ ഭഗവാൻ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. പിന്നെ മറ്റൊരാൾക്ക് ഇരിക്കാൻ അവിടെ സ്ഥലമില്ല. ഭഗവാന് ഇരിക്കാനുള്ളതായിട്ടുള്ള സ്ഥലമാക്കി, ഭഗവാന്റെ ക്ഷേത്രമാക്കി നിങ്ങളുടെ ഹൃദയം നിറച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ വേറെ ആർക്കും ഇരിക്കാനുള്ള സ്പേസ് നിങ്ങൾ അനുവദിച്ചിട്ടില്ല. വേറെ ആർക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭർത്താവ്, മക്കള്, കുടുംബം മുതലായിട്ടുള്ള ബന്ധുക്കള്, ഗൃഹം, വാഹനം ഇത്യാദി സ്വത്ത്, ഇതിലൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലാതായി. നിങ്ങളുടെ ഹൃദയം ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണ്. സർവാത്മഭാവോ അധികൃതോ ഭവതീനാം അധോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാത്മ്യ അനുഗ്രഹകൃത. അപ്പോ നിങ്ങൾക്ക് ഭവതീനാം അധോക്ഷജേ സർവാത്മഭാവ അധികൃത, ആ ഭഗവാനിൽ, അധോക്ഷജനായ ഭഗവാനിൽ സർവാത്മ ഭക്തി വന്നിരിക്കുന്നു എന്നർത്ഥം. എല്ലാ പ്രകാരത്തിലുള്ള ഭക്തി നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആ വിരഹദുഃഖം ഞാൻ കണ്ടു, അത് എനിക്ക് വലിയ അനുഗ്രഹമായി അനുഭവപ്പെടുന്നു. നിങ്ങൾ എന്നെ ഭക്തിയുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം എന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ്.
ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവഹ യമാദായാഗതോ ഭദ്രാഹ അഹം ഭർത്തുഹു രഹസ്കരഃ. ഭർത്തുഹു രഹസ്കരഃ എന്നുള്ള രണ്ട് വാക്യങ്ങൾ സന്ധി വരുമ്പോൾ ഭർത്തുഹു എന്ന് വിസർഗം മാറി ഭർത്തൂ എന്ന് ദീർഘമാവും. ഭർത്തൂ എന്ന് വിസർഗം മാറിയിട്ടാണ് ദീർഘമായി മാറുന്നത്. സന്ധി നിയമമാണ്. പിരിച്ച് പറയുമ്പോൾ ഭർത്തുഹു രഹസ്കരഃ, വായിക്കുമ്പോൾ ഭർത്തൂ രഹസ്കരഃ എന്ന് വായിക്കാം. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഖാവഹ. നിങ്ങൾക്ക് സുഖത്തെ കൊണ്ടുവരുന്ന നിങ്ങളുടെ പ്രിയനായ ഭഗവാന്റെ സന്ദേശം നിങ്ങൾ കേൾക്കൂ, ശ്രദ്ധിച്ച് കേൾക്കൂ. ഏതൊന്നിനെ സ്വീകരിച്ചുകൊണ്ടാണോ ആ ഭർത്താവിന്റെ, അതെന്റെ സ്വാമിയായ ഭഗവാന്റെ രഹസ്യകാര്യങ്ങളെല്ലാം ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ ആയിരിക്കുന്ന എന്നിൽ നിന്ന് നിങ്ങൾ ഭഗവാന്റെ സന്ദേശം കേൾക്കൂ. അപ്പോൾ നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യമാണ്, കരുതലാണ് ഭഗവാനുള്ളത്. ആ കരുതലാണ് അദ്ദേഹം എന്നെ തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യത്തിനായിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭഗവാന് അത്രയും പ്രിയപ്പെട്ടവരാണ്. ഭഗവാന്റെ സ്വകാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ ഞാനേ ഉള്ളൂ. അദ്ദേഹം എല്ലാം എന്നോട് പറയാറുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളും ഭഗവാനും തമ്മിലുള്ള പ്രേമം എത്ര ആഴത്തിലുള്ളതാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഭഗവാൻ പറയുന്നത് പോലെ വിശ്വസിച്ച് കേൾക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എന്നോടും തുറന്നു പറയാം. കാരണം ഞാൻ വേറൊരാളോടും ഈ രഹസ്യം പറയുകയില്ല. നിങ്ങളും ഭഗവാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അത് ഞാനൊരു ഉപാധി മാത്രം, ഇടയിലുള്ള ഒരു നിമിത്തം മാത്രം, വിശ്വസ്തനായിട്ടുള്ള ദൂതൻ മാത്രമാണ് ഞാൻ. ഇങ്ങനെ തൻ്റെ പറയുന്ന വാക്കുകളിൽ വിശ്വാസമുണ്ടാവാനായിട്ട് നല്ല രീതിയിൽ അവരെ കയ്യിലെടുത്തു ഉദ്ധവൻ. അദ്ദേഹം അതിസാമർഥ്യമുള്ള, എന്താ പറയുക, വാചസ്പതിയായ ബൃഹസ്പതിയുടെ ശിഷ്യനല്ലേ അല്ലേ? വാക്കുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നല്ലതുപോലെ അറിയുന്ന ദേവഗുരുവായ ബൃഹസ്പതിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഉദ്ധവൻ. അപ്പൊ അദ്ദേഹത്തിന് ആ അറിവ് ഗുരുവിൽ നിന്ന് നല്ലോണം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ സംസാരിക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം. നമ്മുടെ ഹനുമാൻ സ്വാമിയെ പോലെ, നവവ്യാകരണ പണ്ഡിതനായ ഹനുമാൻ സ്വാമിയെ പോലെ ഉദ്ധവനും അല്ലേ. ശരിക്കും ശ്രീരാമസ്വാമി തന്റെ ദൂതനായി ഹനുമാൻ സ്വാമിയെ തെരഞ്ഞെടുത്ത് സീതയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ സുന്ദരകാന്ഡത്തില് എങ്ങനെയാണോ ഹനുമാൻ സ്വാമി സീതയെ വിശ്വസിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്, എത്ര നല്ല വാക്കുകളെ കൊണ്ടാണ് ആ സീതയുടെ ഓരോ ഭാവങ്ങൾക്കും അദ്ദേഹം മറുപടി കൊടുക്കുന്നത്, ആ അമ്മയുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നത്. രാമന്റെ ഹൃദയം അറിഞ്ഞ ആ രീതിയിലാണ് ഹനുമാൻ സ്വാമി സംസാരിക്കുന്നത്. അപ്പൊ അതേ റോളാണ് ഇവിടെ. കൃഷ്ണന്റെ ഹനുമാൻ സ്വാമിയാണ് ഉദ്ധവൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയ ദൂതനായിട്ടുള്ള ഉദ്ധവൻ ആ ഹനുമാൻ സ്വാമി സീതയോട് ചെയ്ത അതേ രീതിയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയാണ്. ഇവർക്കുള്ള തത്വോപദേശം കൂടി ചെയ്തു കൊടുക്കണം. ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിലെ 2 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചു. ശ്രീഭഗവാനുവാച ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിർജലം മഹി തദാഹം ച മനഃ പ്രാണഭൂതേന്ദ്രിയ ഗുണാശ്രയ. അപ്പോ സർവാത്മനാ മേ അഥവാ മയാ ഭവതീനാം ക്വചിത് വിയോഗ നഹി. സർവാത്മാവായ എനിക്ക് ഭവതികളുമായിട്ട് ഒരിക്കലും വിയോഗം ഉണ്ടായിട്ടില്ല. ഏതുപോലെ യഥാ ഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിർജലം മഹി. ഖം വായു അഗ്നി ജലം മഹി, പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണോ ഭൂതങ്ങളിൽ അഥവാ ചരാചരാത്മകമായ ഈ സൃഷ്ടിജാലങ്ങളിൽ, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നത്, ഈ ഭൂതങ്ങളെ നീക്കിയാൽ നമ്മളാകുന്ന ഭൂതങ്ങളുണ്ടോ? പഞ്ചമഹാഭൂതങ്ങളെ നീക്കിയാൽ ഈ ലോകത്തിലെ ഒരു ഭൂതവും ഇല്ല, അല്ലേ?
അപ്പൊ പഞ്ചമഹാഭൂതങ്ങൾ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ മനഃപ്രാണഭൂത ഇന്ദ്രിയ ഗുണാശ്രയനായിട്ടുള്ള അഹം ഞാനും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളിൽ നിറഞ്ഞിരിപ്പുണ്ട്. കുറച്ച് സ്വർണം കൊണ്ട് ചില ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്വർണത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വിഷമിച്ചാൽ എന്താ പറയുക? അയ്യോ, ഞാൻ തന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സ്വർണ്ണ കോയിൻ അല്ലെങ്കിൽ സ്വർണ്ണ കട്ടി അതെനിക്ക് തിരിച്ചു വേണം. അതിൽ നിന്ന് നിങ്ങൾ മാലയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞാൻ ആദ്യം തരുന്ന ആ സ്വർണ്ണക്കട്ടി നിങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എത്ര വിഡ്ഢിത്തരമാണ് അല്ലേ? ആ സ്വർണ്ണക്കട്ടി തന്നെയാണ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് തന്നെയാണ് ഏത് രൂപത്തിലായത്? ഈ മാലയായും വളയായും കമ്മലായും എന്തൊക്കെ ആവശ്യപ്പെട്ടുവോ ആ ആഭരണങ്ങളായി തീർന്ന് അതിലൊക്കെ വ്യാപിച്ചു നിൽക്കുന്നത്. അപ്പോ സ്വർണം ഉണ്ടാക്കിയ പണിക്കാരൻ എന്ത് പറഞ്ഞു കൊടുക്കും ഈ ആഭരണങ്ങൾ കൊടുത്തിട്ട്? ഇതിലുണ്ട് നിങ്ങൾ തന്ന സ്വർണം മുഴുവൻ, ഇതിൽ നിന്ന് ഒരു പണത്തൂക്കം പോലും ഞാൻ വേറൊന്നിനും മാറ്റിയിട്ടില്ല, വേണമെങ്കിൽ ഇതാ തൂക്കി നോക്കിക്കോളൂ അല്ലേ? എത്ര 100 ഗ്രാം സ്വർണമാണ് കൊടുത്തതെങ്കിൽ ആ 100 ഗ്രാം ഇപ്പുറത്ത് കട്ടിവെച്ച് ഇപ്പുറത്തെ ആഭരണങ്ങളെ വെച്ച് നോക്കിയാൽ 100 ഗ്രാം ഉണ്ടെങ്കിൽ കൊടുത്ത സ്വർണം മുഴുവൻ തിരിച്ചു തന്നിരിക്കണു. പക്ഷെ രൂപം മാറിയിരിക്കണു, ആഭരണങ്ങളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആഭരണങ്ങളായി മാറിയത് കൊണ്ട് സ്വർണം ഇല്ലാതെയായോ? സ്വർണം ഈ ആഭരണങ്ങളെ ഉപേക്ഷിച്ചു പോയോ? അയ്യോ, സ്വർണം ഉപേക്ഷിച്ചു പോയി എന്ന് ആഭരണങ്ങൾക്കറിയോ? എവിടെയും ഉപേക്ഷിച്ചു പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെ എന്നല്ല, നിങ്ങളായി തന്നെ ഇരിക്കുന്നു. നിങ്ങളുള്ളത് ഞാനുള്ളത് കൊണ്ടാണ് എന്ന് സ്വർണം ആഭരണങ്ങൾ കരഞ്ഞാൽ ആഭരണങ്ങളോട് പറയും. ഇതുപോലെയാണ് ഭഗവാൻ നമ്മളോടൊക്കെ ഇത് ഗോപികമാരോട് മാത്രം പറയുന്നതല്ല. ഇത് ഗോപികമാരെ മാത്രം മാറ്റി നിർത്തി അവർക്ക് മാത്രമുള്ളതല്ല, കേൾക്കുന്ന നമ്മൾക്കൊക്കെ പ്രയോജനപ്പെടും. എല്ലാവർക്കും ഉള്ളതാണിത്. അതുകൊണ്ടാണ് വ്യാസൻ ഇതില് ഭാഗവതത്തിൽ ഇത് ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളാണിത് ശരിക്കും ഉൾക്കൊള്ളേണ്ടത്. ഗോപികമാരെ ഉൾക്കൊണ്ടോ ഇല്ലയോ, അവരുടെ കാലം കഴിഞ്ഞു, അവരുടെ കാര്യം കഴിഞ്ഞു, അവരൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി ഇതുകൊണ്ട് പ്രയോജനം നേടേണ്ടത് ഈ വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമാണ്. ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലെങ്കിൽ ഏതോ കാലത്ത് ജീവിച്ച 5000 വർഷം മുമ്പ് ജീവിച്ച ആളുകളെ കുറിച്ച് നമ്മളിവിടെ ഇരുന്ന് രണ്ട് പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് എന്നാലും കൃഷ്ണൻ ചെയ്തത് ശരിയായില്ല, പാവം ഗോപികള് എന്നൊരു പക്ഷം, മറ്റൊരു പക്ഷത്ത് നിന്നുകൊണ്ട് കൃഷ്ണൻ എത്ര ഉദാരമതിയാണ്, എന്തൊരു കരുണാമൂർത്തിയാണ്, അദ്ദേഹം ഗോപികമാരെ എത്ര സ്നേഹിക്കുന്നു, അതുകൊണ്ടല്ലേ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊരു പക്ഷത്ത് നിന്നുകൊണ്ടും രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ കൃഷ്ണന് വേണ്ടിയോ ഗോപികമാർക്ക് വേണ്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ വേണ്ടിയോ മത്സരിക്കാൻ വേണ്ടിയോ അല്ല. പിന്നെയോ കൃഷ്ണനും ഗോപികമാരും അവരുടെ റോൾ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. ആർക്കു വേണ്ടി? നമുക്കൊക്കെ വേണ്ടി. അവരുടെ കഥയെ വ്യാസൻ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ റോള് നിർവഹിച്ചിരിക്കുന്നു, ശ്രീശുക ബ്രഹ്മർഷി നിർവഹിച്ചിരിക്കുന്നു, സൂതൻ നിർവഹിച്ചിരിക്കുന്നു. അവരൊക്കെ അവരുടെ റോൾ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നമ്മളാണ് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടാനുള്ളത് നോക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഇതിൽ അരിച്ചു പെറുക്കിയിട്ട് എന്നാലും ഇതൊന്നും പോരാ. ഈ ഗോപികമാരെ സമാധാനിപ്പിക്കാനായിട്ടേ കൃഷ്ണൻ ചെയ്തതൊന്നും പോരാ, അതൊക്കെ ഉഡായിപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭാഗവതം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കൃഷ്ണനെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലെ ഗോപികമാരോട് സിമ്പതൈസ് ചെയ്തുകൊണ്ടും ഇങ്ങനെ കാലം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ടേക്ക് അവേ, ഇതാണ് നോക്കേണ്ടത്. വാട്ട് ബെനിഫിറ്റ് ഐ ക്യാൻ ഗെറ്റ് ഫ്രം ഭാഗവതം.
ഞാനിത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? ഇത് ഭഗവാൻ ഗോപികളെ മുൻനിർത്തി എങ്ങനെയാണോ ആദിശങ്കര ഭഗവത്പാദർ തന്റെ ഭാഷ്യത്തിൽ ഗീതാഭാഷ്യത്തിൽ പറഞ്ഞത്, അർജുനം നിമിത്തീകൃത്യ ഭഗവാൻ വാസുദേവ ലോകസംഗ്രഹാർത്ഥം ഉവാച. അർജുനനെ വെറും നിമിത്തമാക്കിക്കൊണ്ട് ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് ലോക നന്മയ്ക്കായിക്കൊണ്ട് എല്ലാവരോടും ഉപദേശിക്കാനുള്ളത് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കും പോലെ ചെയ്തു. അതിനെ വ്യാസഭഗവാൻ 700 ശ്ലോകങ്ങളെ കൊണ്ട് നിബന്ധിച്ച് ഗ്രഥിച്ച് ഗ്രന്ഥരൂപത്തിൽ ഭഗവത്ഗീത എന്ന പേരിൽ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ വെച്ചു. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഗീത ഉപദേശിച്ചത് അർജുനന് വേണ്ടിയിട്ടല്ല, അർജുനനെ ഉദ്ദേശിച്ച് മാത്രമല്ല, ലോകസംഗ്രഹാർത്ഥം. അതുപോലെ ഇവിടെയും ഗോപികമാരെ ആശ്വസിപ്പിക്കുന്ന ഈ രഹസ്യം, ഉദ്ധവൻ രഹസ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ രഹസ്യം തന്നെ. നമ്മുടെ വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ രഹസ്യങ്ങളാണ്. എന്താ രഹസ്യം എന്ന് പറയുന്നത്? ആ രഹസ്യം എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് ഗ്രഹിക്കാനാവുള്ളൂ. അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിൻ്റെ രഹസ്യങ്ങൾ പിടികിട്ടുകയുള്ളൂ. അത് വേണ്ട പോലെ ഉൾക്കൊള്ളാനാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ പല രീതിയിൽ അവർക്കിഷ്ടം പോലെ വ്യാഖ്യാനിക്കും. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഒരുപാട് പേര് എന്താ പറയുക, കുറച്ച് സംസ്കൃതം അവിടെയും ഇവിടെയൊക്കെ പഠിച്ച്, കുറച്ച് വേദാന്ത ശാസ്ത്രങ്ങൾ പഠിച്ച്, കുറച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ വായിച്ച് മനസ്സിലാക്കി, പല നോവലിസ്റ്റുകളുടെ കഥകളും ഒക്കെ പഠിച്ച്, രണ്ടാമൂഴം പോലെയുള്ളതും അതുപോലെയുള്ള പല വിപരീതമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ള കഥകളും ഒക്കെ വായിച്ച് വലിയ പണ്ഡിതന്മാരെ പോലെ ഇതിനെയൊക്കെ വിമർശനം ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്, പ്രസംഗം ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗമാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. രാമായണം മുഴുവൻ തട്ടിപ്പാണ്, അല്ലെങ്കിൽ കെട്ടുകഥകളാണ്, അതിൽ നിന്നും എടുക്കാനില്ല, രാമൻ എന്ന് പറഞ്ഞാൽ മഹാ അധർമ്മിയാണ് എന്നൊക്കെ വേണമെങ്കിൽ അവർ സ്ഥാപിക്കും. അതിന് കോട്ട് ചെയ്യാൻ അവർക്ക് പല ശ്ലോകങ്ങളും ഉദ്ധരിക്കാനും സാധിക്കും അവർക്ക്. കാരണം കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, വേണ്ട പോലെ വിഭക്തിയൊന്നും ഉറച്ചിട്ടില്ല, തെറ്റൊക്കെ ധാരാളം പറയുന്നുണ്ട്. എന്നാലും കേൾക്കുന്ന മൂഢന്മാരായതുകൊണ്ട്, ഒട്ടും ഒന്നും അറിയാത്തവരായതുകൊണ്ട് ഇവർ പറയുന്നത് പെർഫെക്റ്റ് ആണെന്ന് കരുതും. അങ്ങനെ കുറെ എന്താ പറയുക, ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ആ കൊതുകുകളെ പോലെ ജീവിക്കുന്നുണ്ട്. ചോര കുടിച്ച് ജീവിക്കുന്ന കൊതുകിനെ പോലെ കുറെ എണ്ണം ജീവിക്കുന്നുണ്ട്. അവർക്ക് പ്രീതിപ്പെടുത്താൻ കുറച്ച് ആൾക്കാരുണ്ട്. യുക്തിവാദികളോ മാർക്സിസ്റ്റുകാർക്ക് വേണ്ടിയോ ജിഹാദികൾക്ക് വേണ്ടിയോ ഒക്കെ അവർ സംസാരിക്കുന്നു. എന്നിട്ട് ഹിന്ദുക്കളുടെ ഉള്ളിലുള്ള വിശ്വാസം വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്ന വിശ്വാസമാണ്, അതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് മറിച്ചിടും. സമാധാനമായി അവർക്ക്, ഹിന്ദുക്കൾക്കും സമാധാനമായി, ജന്തുക്കൾ അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ളതായിട്ടുള്ള ആഖ്യായികകൾ അവർ ഉണ്ടാക്കുന്നു അറിയാം. ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ചരിത്രത്തെ, സംഭവങ്ങളെ എല്ലാം തമസ്കരിച്ചുകൊണ്ട്, വളച്ചൊടിച്ചുകൊണ്ട്, പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട, രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട ഒരു സിനിമയാണ് ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്ത വലിയ ഹിറ്റെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. അതിൽ കള്ളത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി, ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പൊട്ടന്മാരൊക്കെ പൊട്ടന്മാരാവട്ടെ, അവർ ആവാതിരിക്കാൻ വഴിയില്ല. അവർക്കതാണ് യോഗം. അവരെ ആര് നേരാക്കാൻ ശ്രമിച്ചാലും തൽക്കാലം നേരാവില്ല. അവരുടെ പ്രാരബ്ധം അങ്ങനെയാണ്. ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, എങ്ങനെയാണോ മഹാഭൂതങ്ങൾ സൃഷ്ടിജാലങ്ങളിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, അതുപോലെയാണ് മനഃപ്രാണഭൂതേന്ദ്രിയ ഗുണാശ്രയ അഹം.
നമ്മുടെയൊക്കെ മനസ്സ്, നമ്മുടെയൊക്കെ പ്രാണൻ, നമ്മുടെയൊക്കെ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാം, എല്ലാ വിഷയങ്ങളും ഗുണങ്ങളും എല്ലാറ്റിനും ആശ്രയഭൂതൻ ആരാണ്? എല്ലാറ്റിൻ്റെയും ആദി കാരണം ആരാണ്? ആദ്യം ആരാ ഉണ്ടായിരുന്നത്? അയാൾ തന്നെ. ഇതെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് ആരാണോ ഉണ്ടായിരുന്നത്? എന്താണോ ഉണ്ടായിരുന്നത്? അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത് പരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം ജന്മാദ്യസ്യ യതഃ. ഇങ്ങനെയൊക്കെ ഭാഗവതത്തിൽ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഭൂതൈർ മഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ചേതേ യത് അമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. ആ ഭഗവാൻ തന്നെയാണ് നമ്മളെ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാം ഭഗവാന്റേതാണ്. എൻ്റെ സർവസ്വവും, എൻ്റെ ഈ ശരീരത്തിലെ ഓരോ കോശവും, ഓരോ രോമവും, നഖവും, അല്ലേ, എല്ലാം, അതിലകത്തുള്ള ഏതെല്ലാം അവയവങ്ങളുണ്ടോ എല്ലാറ്റിനും കാരണമായിരിക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ഇന്ദ്രിയ ശക്തികൾ, എൻ്റെ പ്രാണൻ, എന്തൊക്കെയുണ്ടോ, മന പ്രാണ ഭൂത ഇന്ദ്രിയ ഗുണാശ്രയാഹ. അപ്പൊ എൻ്റെ ഈ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ആ ഭഗവാനാണെങ്കിൽ പിന്നെ പുറത്തുള്ളതിൽ ഏതെങ്കിലും എൻ്റെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും വസ്തുക്കൾ എൻ്റേതാണോ? ഈ ശരീരമേ എൻ്റേതല്ലാതിരിക്കുമ്പോൾ, എനിക്ക് പ്രിയപ്പെട്ടതെന്ന് എൻ്റേതെന്ന് കരുതിയിരിക്കുന്നതൊന്നും ഞാനല്ലാതിരിക്കുമ്പോൾ ഈ വന്നു പോകുന്ന ബാഹ്യവിഷയങ്ങളൊക്കെ എൻ്റേതാണോ? അതാണ് ഗുണാഹ എന്ന് പറയുന്നത്. അപ്പൊ ഗുണങ്ങളും അഥവാ വിഷയങ്ങളും എല്ലാറ്റിനും ആശ്രയം ആരാണ്? അഹം. അഹം സർവസ്യ ജഗതഃ പ്രളയഃ പ്രഭവഃ പ്രളയഃ തത്. ഞാൻ ഈ സർവജഗത്തിൻ്റെയും പ്രഭവസ്ഥാനവും പ്രളയസ്ഥാനവുമാകുന്നു. ഇപ്പോൾ എന്നിലാണ് എല്ലാം നിലനിൽക്കുന്നത്. നിദാനം ബീജമവ്യയം. ഞാനാണ് ഈ ലോകത്തിൻ്റെ നിദാനം, ആശ്രയം, ഇതിൻ്റെ കാരണം, നശിക്കാത്ത കാരണം. അവ്യയം ബീജമഹമസ്മി. ഇതുപോലെയുള്ള എത്ര ലോകങ്ങൾ വേണമെങ്കിൽ ഞാനാകുന്ന ബീജത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. എത്രയോ ഉണ്ടായി ഇല്ലാതായി കഴിഞ്ഞു, ഇപ്പോഴും ഉണ്ടായി ഇല്ലാതായി കൊണ്ടിരിക്കുന്നു, ഭാവിയിലും ഉണ്ടാവും, ഇല്ലാതെയാവും. ഞാനെന്ന അവ്യയമായ ബീജത്തിന് ഒരു വ്യയവും സംഭവിക്കുകയില്ല. ഞാനുള്ളത് കൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. സമുദ്രം ഉള്ളതുവരേക്ക് തരംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏത് കാലത്തും എത്രയോ കാലങ്ങളായി എത്രയോ തരംഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും തരംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നാളെയും തരംഗങ്ങൾ ഉണ്ടാവും. സമുദ്രം എന്ന ബേസ് ഉണ്ടോ, ആ സ്രോതസ്സുണ്ടോ, ഈ തരംഗങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നതുപോലെ അനാദിയും അനന്തവും അവ്യയവുമായിരിക്കുന്ന ആ ഈശ്വരൻ, ആ ഭഗവാൻ ഉള്ളിടത്തോളം കാലം ഈ ജഗത്ത് പരിവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഉണ്ടായി നിലനിന്ന് നശിച്ചുകൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. നാശം എന്നുള്ളത് ആത്യന്തികമേ അല്ല. നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നതിനെ നമ്മൾ നാശം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾക്ക് കാണാൻ കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എവിടെയോ ഉണ്ട് സംഭവം. രൂപാന്തരം പ്രാപിച്ച് എവിടെയോ ഉണ്ട്. അപ്പോൾ എല്ലാറ്റിനും ആശ്രയ അഹം. ഞാൻ എവിടെയും പോയിട്ടില്ല. നിങ്ങളുടെയൊക്കെ അസ്തിത്വമായി നിങ്ങൾ നിലനിൽക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ്. അതൊന്ന് ചിന്തിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അന്യനായിട്ട് മറ്റൊരു ശരീരമായിട്ട് കാണണമെന്ന് എന്തിനാ ഇത്ര നിർബന്ധം? നിങ്ങളുടെ എല്ലാമായി ആത്മാവായി ഞാനുള്ളപ്പോൾ എന്തിനെന്നെ വേറൊരു ശരീരമായി കാണണമെന്ന് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അത് അല്പത്തരമല്ലേ? അവിടുന്ന് വളർന്നുകൂടെ നിങ്ങൾക്ക്? ഒന്ന് വളരൂ. ഇതാണ് ഭഗവാന്റെ റിക്വസ്റ്റ് നമ്മളോടൊക്കെ. ആത്മന്യേവാത്മനാത്മാനം സൃജേഹന്മി അനുപാലയേ
ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മനാ. അപ്പൊ ഞാൻ എൻ്റെ തന്നെ മായാപ്രഭാവം കൊണ്ട്, ആത്മമായാനുഭാവേന, എൻ്റെ തന്നെ ഒരു ശക്തി വിശേഷമാണ്, എൻ്റെ തന്നെ പൊട്ടൻസിയുടെ ഒരു പ്രഭാവമാണ് മായ എന്നുള്ളത്. ചിത് ശക്തിയാണ് മായ. സത്ത്, ചിത്ത്, ആനന്ദം എന്നുള്ള എൻ്റെ ലക്ഷണത്തിൽ ചിത്ത് എന്നുള്ളത് ആ ശക്തി, ചൈതന്യമായിരിക്കുന്ന ശക്തി, ചലിക്കാനുള്ള ശക്തി, പരിണമിപ്പിക്കാനുള്ള ശക്തി, എല്ലാ ശക്തികളും അടങ്ങിയിരിക്കുന്ന ശക്തി, പരാശക്തി, ആ ശക്തിയാണ് എൻ്റെ ചിത് ശക്തി. അതിനെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ആ മായയുടെ പ്രഭാവം കൊണ്ട് ഭൂത ഇന്ദ്രിയ ഗുണാത്മന ആത്മനിയേവ ആത്മന ആത്മാനം സൃജേ പാലയേ അനുഹന്മി. ഞാൻ തന്നെ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, ആത്മാ എന്നതുകൊണ്ട് ജീവൻ, ആ ജീവൻ എന്നിങ്ങനെ ഭാവമായിട്ട് 25 തത്വങ്ങളെ, 24 തത്വങ്ങളാണ് മുമ്പേ പറഞ്ഞ ഭൂതേന്ദ്രിയ ഗുണങ്ങളൊക്കെ. 25ാമത്തെ തത്വമാണ് ആത്മാ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ ഭൂതേന്ദ്രിയ ഗുണാത്മന 25 തത്വങ്ങൾ, സാഖ്യശാസ്ത്രത്തിൽ പറയുന്ന 24 പ്രകൃതി തത്വങ്ങളും 25ാമത്തെ പുരുഷൻ എന്ന ജീവതത്വവും. തത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്. അപ്പൊ ഈ 25 തത്വങ്ങളാകുന്ന റോ മെറ്റീരിയൽസ് കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നതാണ് ഈ വിശ്വം. ആത്മനിയേവ, എന്നിൽ തന്നെ, ആത്മന, എന്നെ തന്നെ, എന്നാൽ തന്നെ, ആത്മാനം, എന്നെ തന്നെ, സൃജേ, ഞാൻ സർജിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യിക്കുന്നു, എക്സ്പ്രസ് ചെയ്യിക്കുന്നു, പാലയെ, ഞാൻ എന്നെ തന്നെ പരിപാലിക്കുന്നു, സ്ഥിതി ചെയ്യിക്കുന്നു, അനുഹന്മി, പിന്നെ ഞാൻ എന്നെ തന്നെ ഹനിക്കുന്നു, കാണാതെയാക്കുന്നു. അപ്പൊ ഞാൻ തന്നെ എന്നിൽ നിന്ന് തന്നെ എങ്ങനെയാണോ സമുദ്രത്തിലെ ജലം തന്നെ അല്പം പൊങ്ങി തരംഗമായി ആവിർഭവിക്കുന്നത്, പിന്നീട് അത് കുറച്ചു നേരം നിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ സമുദ്രത്തിൽ തന്നെ ലയിക്കുന്നു. അപ്പൊ സമുദ്രത്തിൽ നിന്ന് ജലം പൊങ്ങി സമുദ്രത്തിൽ തന്നെ ജലമായി തരംഗമായി നിന്ന് സമുദ്രത്തിൽ തന്നെ ജലമായി ലയം പ്രാപിക്കുന്നു. അവിടെ ഒന്നും പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ നമ്മൾ വ്യവഹരിച്ചതാണ് തരംഗം എന്ന പേര്. നമ്മുടെ വ്യവഹാരത്തിന് വേണ്ടി, നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഇട്ട പേരാണ് തരംഗം. ആകെയുള്ളത് സമുദ്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ കാണുന്ന എല്ലാമായി സ്വയം തന്നെ പ്രകാശിപ്പിക്കുന്നത്. അദ്ദേഹം സ്വയം സങ്കല്പിച്ചു ഞാൻ പലതായി തീരട്ടെ എന്ന്. അങ്ങനെ സ്വയം പലതായി പ്രകടമായി. സോ കാമയത ബഹുസ്യാം പ്രജായേതി, ഞാൻ പലതായി പ്രജായേയ, ഞാൻ ജനിക്കട്ടെ, പ്രകർഷേണ ജായേയ, മേ ഐ ബിക്കം മെനി, ബഹുസ്യാം, ഞാൻ പലതായി തീരട്ടെ എന്ന് സ്വയം സങ്കല്പിച്ച് പലതായി തീർന്നതാണ്. വേറെ ഒരാളും സഹായിയായിട്ട് മുമ്പുമില്ല, നടുവിലുമില്ല, പിന്നെയുമില്ല. അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞത്. സർവാത്മാവായും സർവസ്വരൂപനായും സർവകാരണനായും ഇരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനോട് ചേരാതെ ഈ ലോകത്തിൽ ഒരു വസ്തുവും ഇല്ല, അല്ലെങ്കിൽ ഭഗവാനല്ലാതെ ഒരു വസ്തുവും ഇല്ല. അപ്പൊ നിങ്ങളുടെ നിലനിൽപ്പ്, അസ്തിത്വം അത് എന്നിലാണ്. അത് തിരിച്ചറിയൂ. ഞാൻ എവിടെയും പോയിട്ടില്ല. ഞാൻ പോയാൽ നിങ്ങൾ നിലനിൽക്കില്ല. ഞാൻ പോയാൽ നിങ്ങളില്ല. കാരണം നിങ്ങളെ നിങ്ങളാക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇതെല്ലാം വേണ്ട പോലെ വിചാരം ചെയ്ത് ഉറപ്പിക്കൂ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണിത്. ഗോപികമാർക്ക് ഭഗവാൻ ഉദ്ധവനിലൂടെ കൊടുത്തു എന്നുള്ളത് കഥയാണ്. കഥയിൽ നിന്ന് നമ്മൾക്ക് വേണ്ടത് ഇത് നമ്മളോടുള്ള ഉപദേശമാണെന്ന് സ്വീകരിക്കുക. ആത്മാജ്ഞാനമയ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയഃ സുഷുപ്തി സ്വപ്ന ജാഗ്രദ്ഭിഃ മായാവൃത്തിഭിരീയതേ. ആത്മാജ്ഞാനമയ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയഃ
സുഷുപ്തി സ്വപ്നജാഗ്രദ്ഭിഹി മായാവൃത്തിഭിരീയത്തെ. അപ്പോ ആത്മാ തന്നെയാണ് ഈ കാണുന്ന ചരാചരാത്മകമായ പ്രപഞ്ചമായി തീർന്നിരിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചം നശിക്കുന്നതോടുകൂടി ആത്മാവിന് നാശം സംഭവിക്കില്ലേ എന്ന് മൂഢന്മാർ ശങ്കിക്കാം. മൂഢന്മാരെന്ന് പറഞ്ഞാൽ ആലോചനാശേഷി കുറഞ്ഞവർ, ഈ പറഞ്ഞതിൻ്റെ ഒന്നും തത്വം വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ. നമ്മൾ സാധാരണ ലോകത്തിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ വെച്ച് താരതമ്യം ചെയ്യും. ഇപ്പോൾ ഒരു വിത്തിൽ നിന്നാണ് ഒരു വൃക്ഷം ഉണ്ടാവുന്നത്. അപ്പോൾ വൃക്ഷമായതോടുകൂടി വിത്ത് നശിച്ചുവല്ലോ. ഒരു മുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞുണ്ടായി എങ്കിൽ മുട്ട നശിച്ചിട്ടാണല്ലോ കോഴിക്കുഞ്ഞുണ്ടാകുന്നത്. ഇതുപോലെ ആത്മാ എന്ന കാരണം ഈ ജഗത്തായി രൂപാന്തരം പ്രാപിച്ചപ്പോൾ ആത്മാവില്ലാതായല്ലോ. ഈ ജഗത്താകുന്ന ഈ കാര്യം നശിക്കുന്നതോടുകൂടി ആ ആത്മാ നശിച്ചുവല്ലോ, പൂർണ്ണമായിട്ടും നശിച്ചുവല്ലോ. അപ്പൊ ഈ ആത്മാ അത് അനിത്യമായിട്ടുള്ളൊരു വസ്തുവാണോ, നശ്വരമായിട്ടുള്ളൊരു വസ്തുവാണോ എന്നുള്ള ചിന്തയുണ്ടാവാം, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാവാം. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അടുത്ത ചില കാര്യങ്ങൾ പറയണം. ആത്മാ ജ്ഞാനമയഃ ശുദ്ധഃ വ്യതിരിക്തഃ അഗുണാന്വയഃ. എന്തൊക്കെയാണ് ആത്മാവിന്റെ ചില ലക്ഷണങ്ങൾ പറഞ്ഞു. ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ നല്ലോണം കൂടി മനസ്സിലാക്കിയാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യം വരില്ല, അല്ലേ? എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്, എല്ലാ കാലത്തും ഉള്ളത്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത്, ഇതൊക്കെയാണ് ആത്മാശബ്ദത്തിന്റെ അക്ഷരാർത്ഥം തന്നെ. പക്ഷെ അറിയാത്തവരാണ് എന്താണ് ഈ ആത്മാ എന്ന് അറിയാതെ ചോദിക്കുന്നതും അല്ലെങ്കിൽ അതിനെ നശിച്ചു എന്നൊക്കെ കരുതുന്നതും എന്നർത്ഥം. അപ്പോൾ ആത്മാ ജ്ഞാനമയഃ, അത് ശരിക്കും ശുദ്ധ ജ്ഞാനസ്വരൂപമാണ്, ചൈതന്യമാണ് അതിന്റെ സ്വരൂപം. ചൈതന്യമാണ് അതിന്റെ സ്വരൂപം. ജ്ഞാനമയഃ എന്ന് പറഞ്ഞാൽ ചിത് സ്വരൂപ, ചൈതന്യസ്വരൂപ ആത്മാ. ശുദ്ധ, ദോഷരഹിതനാണത്. അതിൽ കലർപ്പുകളില്ല. വാസ്തവത്തിൽ രണ്ടാമതൊരു വസ്തു ആത്മാവുമായിട്ട് കൂടിക്കലർന്നിട്ടില്ല. ആത്മാ നിത്യശുദ്ധ. വ്യതിരിക്ത, വ്യതിരിക്തനാണ്. ഏതിൽ നിന്ന്? നമ്മുടെ ദേഹാദി ഉപാധികളിൽ നിന്ന് വ്യതിരിക്തൻ. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമിർ ന തേജോ ന വായു. ഇതിൽ നിന്നെല്ലാം വ്യതിരിക്തനായിട്ടുള്ള ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപ. ചിത്തെന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ. ജ്ഞാനാനന്ദ സ്വരൂപ. ജ്ഞാനവും ആനന്ദവുമാണ് എന്റെ സ്വരൂപം. അപ്പൊ വ്യതിരിക്ത, ഈ ദേഹാദി ഉപാധികളിൽ നിന്നെല്ലാം വ്യതിരിക്ത. അഗുണാന്വയ ന ഗുണാന്വയ. ഗുണങ്ങളോട് അന്വയിക്കുന്നതല്ല, ഗുണങ്ങളോട് ചേർച്ചയുള്ളതല്ല, ഗുണങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. സത്വം രജസ് തമസ് എന്നുള്ളതായിട്ടുള്ള പ്രകൃതി ഗുണങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല. അത് പ്രകൃതിക്ക് മാത്രം ഉള്ളതാണ്. പ്രകൃതി എന്നുള്ളത് പ്രകടനമാണ്, പ്രകർഷേണ കൃതമായതാണ്, എൻ്റെ തന്നെ വിഭൂതിയാണ്, ശക്തിയാണ്. അതിനെ മായ ബാധിക്കും, അതിനെ ഗുണങ്ങൾ ബാധിക്കും. പക്ഷെ അതിന്റെ കാരണഭൂതനായിട്ടുള്ള എന്നെ ബാധിക്കില്ല. കാര്യത്തിന് പല ദോഷങ്ങളുണ്ടാവും, അതൊന്നും കാരണത്തെ ബാധിക്കുകയില്ല. മകൻ കൊള്ളരുതാത്തവനാണെങ്കിൽ അതിന് അച്ഛൻ എന്ത് പഴച്ചു, അല്ലേ? അച്ഛൻ നല്ലവനായിരിക്കാം, പക്ഷെ മക്കൾ ചിലപ്പോൾ പല കൂട്ടുകെട്ടിലും പെട്ടും വേണ്ടാത്തൊക്കെ ചെയ്തും നശിച്ചവനായി ലോകത്തിന് ഉപദ്രവം ചെയ്യുന്നവനായിരിക്കാം. അതിന് അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നതുപോലെ ഈ പ്രകൃതി ഭഗവാന്റെ വിഭൂതി, ഭഗവാന്റെ ശക്തിയിൽ നിന്ന് പ്രകടമായത്, അതിന് ഗുണങ്ങളെല്ലാം ബാധിക്കും. സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങൾ അതിനെ ബാധിക്കും. എന്നാൽ കാരണഭൂതനായ ശുദ്ധ ചൈതന്യമായ ഭഗവാനിലേക്ക്
ഈ പ്രകൃതിയുടെ ധർമ്മങ്ങളൊന്നും ഗുണങ്ങളൊന്നും ബാധിക്കുന്നില്ല. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനാണ്, ഗുണാതീതനാണ് ഞാനെന്നർത്ഥം. അതാണ് അഗുണാന്വയ എന്ന് പറയുന്നതുകൊണ്ട് ഗുണാതീത എന്നർത്ഥം. ഗുണങ്ങൾക്ക് അതീതനാണ് ആത്മാ. പിന്നെ എങ്ങനെ അറിയാം? സുഷുപ്തി സ്വപ്ന ജാഗ്രദ്ഭിഹി മായാവൃത്തിഭിഹി ഈയത്തെ. ഓരോരുത്തർക്കും ജീവിതത്തിലെ മനുഷ്യന് 3 അവസ്ഥകളിലൂടെ അവൻ മാറി മാറി കടന്നു പോകുന്നു. നല്ലോണം വെളിച്ചമുള്ള ഒരു തുറസായ സ്ഥലത്തിലൂടെ ഒരാൾ കടന്നു പോകുമ്പോഴുള്ള അനുഭവം വേറെ, മങ്ങിയ വെളിച്ചമുള്ള ഒരു ഇരുണ്ട വനത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള അവസ്ഥ വേറെ, തീർത്തും വെളിച്ചമേ ഇല്ലാത്ത ഒരു ഗുഹയുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആളൊന്നു തന്നെയാണ് കടന്നു പോകുന്നത്. കടന്നു പോകുമ്പോഴുള്ള 3 അവസ്ഥകളാണിത്. നല്ല തുറസായ വെളിച്ചമുള്ള സ്ഥലത്തിലൂടെ കടന്നു പോകുന്നു. ഇതാണ് നമ്മുടെ ജാഗ്രത് എന്നുള്ളതായിട്ടുള്ള അവസ്ഥ. ഈ ജീവൻ, ഈ ആത്മ ജാഗ്രത് എന്ന അവസ്ഥ നമ്മൾ ഉണർന്നിരിക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നിരിക്കുന്നു. ചുറ്റുപാടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നു. അതാണ് ജാഗ്രത അവസ്ഥ. ആ ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുമ്പോൾ ആ ജീവന് ഒരു പേരിട്ടു, വിശ്വൻ എന്ന്. ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുന്നവൻ വിശ്വൻ പേരിട്ടതാണ്. വെറുതെ ഒരു അറിയാൻ വേണ്ടിയിട്ട്, അയാളിപ്പോ ഇന്ന അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിവിധങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിവിധങ്ങളായ പ്രത്യയങ്ങളെ അനുഭവിക്കുന്നവൻ വിശ്വൻ. കുറച്ച് മങ്ങിയ വെളിച്ചത്തിലൂടെ പോകുമ്പോൾ പല കൺഫ്യൂഷനുകളും ഉണ്ടാവാം, പേടിയുണ്ടാവാം. മങ്ങിയ വെളിച്ചത്തിലാണ് ഏറ്റവും അധികം അപകടങ്ങൾ സംഭവിക്കുക. രാത്രി ഇരുട്ടത്ത് നമ്മൾ അധികം ആക്ടിവിറ്റികൾ ചെയ്യില്ല, അതുകൊണ്ട് അപകടം കുറവാണ്. മങ്ങിയ വെളിച്ചത്തിലാണ് നമ്മൾ ത്വരിതപ്പെട്ടിട്ട് പല ആക്ടിവിറ്റികളും ചെയ്യുക. ഇരുട്ടാവാൻ പോണു, വേഗമാവട്ടെ എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതാവട്ടെ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ വേഗം ചെയ്ത് ധൃതി പിടിച്ച് പല അബദ്ധങ്ങളും ചെയ്യും. അതുകൊണ്ടാണ് സന്ധ്യാവേളകളിൽ ഒന്നും ചെയ്യാതെ മനസ്സിനെ അടക്കി കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് പറഞ്ഞിരിക്കാൻ പൂർവികർ പറഞ്ഞത്. നിങ്ങൾ റോഡിലെ വാഹനങ്ങളുടെ ആക്സിഡന്റിന്റെ ഡാറ്റ എടുത്തു നോക്കിയാൽ ഒന്നുകിൽ നേരം പുലരാൻ നേരത്തുള്ള ആ സന്ദർഭങ്ങളിലാണ് ആക്സിഡന്റുകൾ കൂടുതൽ, അല്ലെങ്കിൽ സന്ധ്യാവേളകളിൽ, വൈകുന്നേരത്തെ സന്ധ്യാവേളകളിൽ മങ്ങിയ വെളിച്ചത്തിൽ. പല വാഹനങ്ങളും നല്ലോണം ഇരുട്ടായി തുടങ്ങിയാലും ലൈറ്റ് ഇടാതെ ഓടിക്കും. ആയിട്ടില്ല, എനിക്ക് കാണാം എന്നാണ് അവരുടെ വിചാരം. എനിക്ക് കാണുന്നുണ്ട്, പിന്നെന്തിനാ ഞാൻ ലൈറ്റ് ഇടുന്നത്? നിങ്ങൾക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ എതിരെ വരുന്നവർക്ക് നിങ്ങളെ കാണണമെന്നില്ല. അവർ വളരെ വേഗത്തിലാണ് വരുന്നത്. വളരെ വേഗത്തിൽ വരുന്നവർ നിങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ലൈറ്റ് ഇട്ടിരിക്കണം. അതിന് ഫുൾ ബ്രൈറ്റ് ലൈറ്റ് ഇടണമെന്നില്ല, പാർക്ക് ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഞാനും ഈ റോഡിലുണ്ട്, എന്നെ ശ്രദ്ധിക്കുക, എതിരെ വരുന്നവർ ഓവർടേക്ക് ചെയ്യാതിരിക്കുക. മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കമ്മിറ്റഡ് ആയി കഴിഞ്ഞു, നേരെ മങ്ങിയ വെളിച്ചത്തിൽ ഈ പറഞ്ഞ ലൈറ്റ് ഇടാതെ വരുന്ന വണ്ടിയെ കാണുന്നില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഓവർടേക്ക് ചെയ്ത് അടുത്തെത്തുമ്പോഴാണ് കാണുന്നത്. ഒറ്റയടി പണി കഴിഞ്ഞു. അതുകൊണ്ട് ദൂരത്തുനിന്ന് തന്നെ ഞാനിവിടെയുണ്ട്, എൻ്റെ റോഡ് പ്രസൻസ് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ദൂരത്തുനിന്ന് തന്നെ ഇൻഡിക്കേഷൻ കൊടുക്കാൻ ലൈറ്റിട്ട് വെച്ചിരിക്കണം. അപ്പോഴേ ഇയാൾ ഓവർടേക്ക് ചെയ്യാതിരിക്കുള്ളൂ. എല്ലാ റോഡുകളിലും ഈ ആക്സിഡന്റ് നടക്കുന്നത് മങ്ങിയ വെളിച്ചത്തിലാണ്. ഇതുപോലെയാണ് നമ്മുടെ ബുദ്ധിയും. നമ്മളും ഈ ജാഗ്രതയിൽ പോലും പലപ്പോഴും പലരും സ്വപ്നം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. വേണ്ടതിനെ വേണ്ട പോലെ കാണാനായിട്ട് പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജാഗ്രത എന്നുള്ളതൊരു സ്വപ്നത്തിൻ്റെ ഒരു സ്വാധീനമുള്ള ഒരവസ്ഥയാണ്. മനസ്സെവിടെയോ ആണ്. അപ്പോൾ മനസ്സെവിടെയോ ആണെങ്കിൽ പ്രത്യക്ഷത്തിലല്ല, മുമ്പിൽ കാണുന്ന വസ്തുവിലല്ല മനസ്സെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിലാണ്.
എന്തോ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ സ്വപ്നം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം, അതാണ് നമുക്ക് ആപത്തുകൾ കൂടുതൽ ഉണ്ടാക്കുന്നത്, സംസാര ദുഃഖങ്ങൾക്കൊക്കെ കാരണം. സ്വപ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം മാത്രമല്ല, ജാഗ്രത്തിലും നിങ്ങൾ ജാഗ്രതാണെന്ന് അഭിമാനിക്കുന്ന സമയത്തും ഒരുപാട് മനോരാജ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങൾ ശരിയായ വെളിച്ചത്തിലല്ലെങ്കിൽ അത് സ്വപ്നമാണ്. ശരിയായ അറിവിൻ്റെ വെളിച്ചത്തിലല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധാരണകളാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് ഉറപ്പിക്കാതെ മുൻവിധിയോടുകൂടി കാണുകയും അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴേക്കും അത് വിശ്വസിക്കുകയും ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്താൽ, തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ തെറ്റാണ്. നമുക്ക് ഉത്തമ ബോധ്യം വരണം ഇന്നതാണ് എന്ന്. എന്നിട്ടേ നമ്മൾ വിധിക്കാൻ പാടുള്ളൂ, തീരുമാനിക്കാൻ പാടുള്ളൂ. അത് പക്ഷേ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ളവരല്ല. കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ ഓടുന്നവരാണ്. കാള പെറ്റൂന്ന് കേൾക്കുമ്പോൾ ആദ്യം ഒന്ന് നിൽക്കുക. എന്താ പറഞ്ഞേ? കാള പെറ്റുക. ഏത് കാളയെ പറ്റുക? കാളകൾ പ്രസവിക്കാറില്ലല്ലോ. ഒന്ന് തിരിച്ച് ചോദിക്കണം. അങ്ങനെ പെറ്റിട്ടുണ്ടെങ്കിൽ അടുത്ത് ചെന്ന് കാണണം. ചിലപ്പോൾ സംഭവിക്കാം. ഇന്നത്തെ കാലത്ത് കാളയും പ്രസവിക്കാം. അത് ആ ഒരു ചാൻസ് കൊടുക്കാം നമുക്ക്. നേരിൽ ചെന്ന് കാണണം എനിക്ക്, എന്നാലേ ഞാൻ കയറെടുക്കുള്ളൂ. എന്നെ പൊട്ടനാക്കണ്ട, ഞാൻ ഇതുവരെ ഒരു കാള പ്രസവിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഏത് കാളയാ പ്രസവിച്ചത് ഒന്ന് കാണട്ടെ, എന്ത് കുട്ടിയാ പ്രസവിച്ചത് നോക്കട്ടെ, കണ്ടതിന് ശേഷം ഞാൻ വേണമെങ്കിൽ കയറെടുത്ത് തരാം. ഇന്ന് ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നിത്യവും ഏതേത് സംഭവങ്ങളും ആരെങ്കിലും വന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിശ്വസിക്കാനും ചാടി വീഴാനും പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് വിശ്വാസയോഗ്യന്മാരായിട്ടുള്ള നമുക്ക് നമ്മുടെ അനുഭവമുള്ള ആളുകൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. അതാണ് ഗുരുസ്ഥാനീയർ. അത് അച്ഛനാവാം, അമ്മയാവാം, മുത്തശ്ശന്മാരാവാം. നമുക്ക് ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് നല്ല ബോധ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരാവാം. നമ്മളെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല, നമ്മുടെ ഹിതകാരികളാണ് അവർ. നമ്മളോട് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അവരുടെ വാക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ ഉടനെ അനുസരിക്കാം. അല്ലാത്തവരൊക്കെ വഴി കൂടെ പോകുന്നവരൊക്കെ പറയുന്നതിനെ മുഴുവൻ കേട്ട് വിശ്വസിക്കാൻ പാടുള്ളതല്ല. അപ്പം അത് നിങ്ങൾ സ്വപ്നത്തിലാണ് എന്നാണ്, ജാഗ്രതത്തിലല്ല. ഇപ്പോൾ വരട്ടെ, എന്താ അവിടെ പറഞ്ഞത്? സുഷുപ്തി സ്വപ്ന ജാഗ്രദ്ഭിഹി മായാവൃത്തിഭിഹി. ഇത് മായാവൃത്തികളാണ്. മായ എന്ന് പറഞ്ഞാൽ മായയുടെ 3 ഗുണങ്ങൾ. മായയുടെ 3 ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. സത്വവൃത്തിയാണ് ജാഗ്രത്. സത്വം വർദ്ധിച്ചിരിക്കുമ്പോൾ നമ്മൾ എല്ലാം വെളിച്ചമുള്ളതായിരിക്കുന്നു. നമ്മുടെ ബുദ്ധിക്കാവട്ടെ, മനസ്സിനാകട്ടെ, ഇന്ദ്രിയങ്ങൾക്കാകട്ടെ എല്ലാറ്റിനും നല്ല തെളിമയുണ്ട്. കാര്യങ്ങളെ വ്യക്തമായി കാണാനും തീരുമാനിക്കാനും ഒക്കെ കഴിവുണ്ട്. അതാണ് സത്വവൃത്തി, അത് ജാഗ്രത്. മായയുടെ രജോഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയാണ് മന്ദബുദ്ധി. നമ്മൾ എന്താ പറയുക, വികാരങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സമയങ്ങൾ. നമ്മുടെ ബുദ്ധിയൊക്കെ കെട്ടിരിക്കുകയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷോഭിച്ചിരിക്കുകയാണ്. നമ്മൾ കണ്ണുകൊണ്ട് പുറത്ത് നടക്കുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിന് നേരായ രീതിയിൽ കാണാനുള്ള കാഴ്ചയില്ല, വേണ്ട രീതിയിൽ വിചാരം ചെയ്യാനുള്ള കഴിവില്ല. കാരണം ബുദ്ധി പൊല്യൂട്ടഡാണ് വികാരം കൊണ്ട്. ഓരോ വികാരങ്ങളും നമ്മുടെ ഉള്ളിൽ അനേക ഹോർമോണുകൾ അല്ലെങ്കിൽ ടോക്സിൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ടോക്സിൻസ് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും കലുഷിതമാക്കുന്നു, കാഴ്ച നഷ്ടപ്പെടുത്തുന്നു, മങ്ങിയ വെളിച്ചമായി പോകുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ തെറ്റിദ്ധാരണകൾ കൂടും, നമ്മുടെ പ്രവൃത്തികൾ ദോഷപ്രവൃത്തികളായിത്തീരും. അതുകൊണ്ട് നമ്മൾ കോപിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അമിതമായ വികാര വിക്ഷോഭമുണ്ടായിരിക്കുമ്പോഴൊന്നും ഒരു തീരുമാനവും എടുക്കരുത്. ഒരു നല്ല കാര്യത്തിലും നമ്മളപ്പോൾ
തൽക്കാലം എൻഗേജ് ചെയ്യരുത്. തൽക്കാലം ശാന്തി ഭജിക്കുക, ശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക, മനസ്സിനെ ബുദ്ധിയെ എല്ലാം ഒന്ന് ഉണർത്തുക, ജാഗ്രതയിലേക്ക് കൊണ്ടുവരിക, ഈ ഇമോഷൻസിന്റെ സ്വാധീനം ഇല്ലാതാക്കുക, എന്നിട്ട് കാര്യങ്ങളെ തീരുമാനിക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ രജോഗുണം എന്നുള്ളതിലാണ് നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ ഉറക്കവും സ്വപ്നവും സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ രജോഗുണം കൊണ്ട് നമ്മുടെ അറിവില്ലാതെ ആ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും മായയുടെ രജോഗുണത്തിന്റെ ഭാവമാണ് സ്വപ്നം. മായയുടെ തമോ ഗുണമാണ് ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഇരുട്ട്, തമോ ഗുണം. അവിടെ നമ്മൾ സുഖമായി ഉറങ്ങുന്നു. ഒന്നുകിൽ ഉറങ്ങുന്നു, കണ്ണു തുറന്നിരിക്കുമ്പോഴും പൂർണ്ണ അജ്ഞാനമാണ്, ഇരുട്ട്. ഒരു വിഷയത്തെക്കുറിച്ച് ഒട്ടും അറിവില്ലാതെ ആ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവൻ തമോ ഗുണത്തിൽ മുഴുകിയവനാണ്. ഒട്ടും അവന് അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ അവൻ പ്രവർത്തിക്കുന്നു. അറിയാത്ത കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നു, അവൻ ഇരുട്ടത്തേക്കാണ് ചാടുന്നത്. നിങ്ങൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഷാർപ്പായിട്ടുള്ളൊരു കേർവ്, ഒരു വളവ്, വണ്ടി 100 കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ചുകൊണ്ടിരുന്നത് അതേ വളവിലും നിങ്ങൾ 100 കിലോമീറ്റർ ഓടിച്ചു പോവോ? ബുദ്ധിയുള്ളവരാരെങ്കിലും ചെയ്യോ? കഞ്ചാവ് അടിച്ചപ്പോഴത്തെ പിള്ളേരൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട്. ഓരോ പിള്ളേരും വാഹനങ്ങളിൽ പോകുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാവും. അവർക്ക് മാത്രമല്ല, ആർക്കൊക്കെ അവർ ആപത്തുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഇൻഡിക്കേറ്ററുകൾ റോഡിൽ കാണിച്ചു തരുന്നത്. നമുക്ക് വളവിനെ സൂചിപ്പിക്കുന്ന അല്ലേ, ഹൈവേ അതോറിറ്റിയുടെ ഇൻഡിക്കേറ്ററുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളത് കണ്ടിട്ട് എന്ത് ചെയ്യണം? സ്ലോ ഡൗൺ ചെയ്യണം. നല്ലോണം നമുക്ക് കണ്ണെത്തുന്ന ദൂരത്തേക്ക് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയില്ല. ഇത്രയും പോയ വേഗത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുതിച്ച് ഒരു താഴ്വരയിലേക്ക് ചാടും, കുഴിയിലേക്ക് ചാടും. അപ്പം അത് നമുക്ക് കാണുന്നുണ്ടോ? ഏതുവരയ്ക്ക് നമുക്ക് വാഹനത്തെ നിയന്ത്രിക്കാൻ പറ്റും, അത്രയും വേഗതയിൽ മാത്രമേ നമ്മൾ അവിടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. നമുക്ക് സുപരിചിതമായിട്ടുള്ള വഴികളാണെങ്കിൽ പോലും, കാരണം അപ്പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കാണുന്നില്ലല്ലോ. അവിടുന്ന് വരുന്ന വാഹനം എത്ര വലുതാണ്, അല്ലെങ്കിൽ ഏത് റോങ് സൈഡിൽ കൂടെയാണ് വരുന്നത്, അതും കാണുന്നില്ല, മറവിലാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? വളരെ ജാഗ്രതയാക്കണം. നമ്മൾ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കണ്ണുകളെ ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉണർത്തി അലേർട്ടാക്കണം. എന്നിട്ട് കാണുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കാവൂ, അല്ലേ? ഇത് ജീവിതത്തിലും വേണം. ഇതില്ലാത്ത പ്രവൃത്തികളാണ് അന്ധന്മാരുടെ പ്രവൃത്തി, തമോ ഗുണപ്രധാനികളായിട്ടുള്ള ആളുകളുടെ പ്രവൃത്തി. ഒരു വരും വരായികളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയുമില്ലാതെ എല്ലാറ്റിലും എടുത്തു ചാടി ഓരോന്ന് പ്രവർത്തിക്കുക. അപ്പൊ അവര് ഉണർന്നിരിക്കുന്നുവെങ്കിലും അവരെന്തിലാണ്? തമോ ഗുണത്തിലാണ്. കാണുന്നവർക്ക് അവര് ജാഗ്രത അവസ്ഥയാണെന്ന് തോന്നും, പക്ഷേ വാസ്തവത്തിൽ അവർ തമോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, അവർ സുഷുപ്തിക്ക് സമാനന്മാരാണ്, അന്ധന്മാരാണ്. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഈ 3 ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അതിനെ എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയണം. അപ്പൊ ഇങ്ങനെ ഈ മായാവിലാസം ആണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ. അതാണ് മായാവൃത്തിഭിഹി സുഷുപ്തി സ്വപ്ന ജാഗ്രത് ബിഹി ഈയത്തെ തോന്നുന്നു, കാണുന്നു, പ്രവർത്തിക്കുന്നു, കാണപ്പെടുന്നു ഒക്കെ അർത്ഥമാണ്. അപ്പൊ ഈ ആത്മാ ഈ ഉപാധികളിലൂടെ, ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവനെയാണ് ആത്മാ എന്ന് പറയുന്നത്, അവസ്ഥകളെയല്ല. അവസ്ഥകൾ ബാഹ്യാവസ്ഥകളാണ്. സ്വപ്നം, ജാഗ്രത, സുഷുപ്തി എന്ന് പറഞ്ഞത് ഞാൻ മുമ്പേ ഉദാഹരണമായിട്ട് പറഞ്ഞ നല്ല തുറസായ വെളിച്ചമുള്ളതായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെ കടന്നു പോകുന്നത് പോലെ ആ ജാഗ്രത അവസ്ഥ, മങ്ങിയ വെളിച്ചമുള്ളതായിട്ടുള്ള ഒരു വനാന്തരങ്ങളിലൂടെയോ മറ്റൊക്കെ പോകുന്നത് സ്വപ്നാവസ്ഥ പോലെ. തീർത്തും ഇരുണ്ട ഒരു ഗുഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, ഒട്ടും മുമ്പും പിമ്പും ഒന്നും കാണാൻ കഴിവില്ലാത്ത അവസ്ഥ തമോ ഗുണം.
അപ്പൊ ഇത് ബാഹ്യമായിട്ട് നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ സ്വപ്ന ജാഗ്രത സുഷുപ്തികളെ കാണാൻ നമ്മൾ അഭ്യസിക്കണം. അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കരുത്. ഞാൻ ഒരു ട്രാവലറാണ്, ഇത് ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളാണ്. ഈ 3 അവസ്ഥകൾ, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ, ഞാൻ കടന്നു പോകുന്ന, നിത്യവും കടന്നു പോകുന്ന അവസ്ഥകളാണ്. ഞാൻ ഇതിൽ നിന്ന് വ്യതിരിക്തനാണ്. അവസ്ഥാത്രയ അതീതഃ, അവസ്ഥാത്രയ അതീതഃ ആത്മാ തുരീയഃ. തുരീയൻ എന്ന് പറഞ്ഞാൽ ഈ 3ൽപ്പെട്ട വിശ്വ തൈജസ് പ്രാജ്ഞന്മാരല്ല, ഈ അവസ്ഥകളുമായി താതാത്മ്യം പ്രാപിച്ചവനല്ല. ഞാൻ അതിൽ നിന്ന് വ്യതിരിക്തനാണ്, അതീതനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വയം 4ാമൻ എന്ന് വിളിച്ചിരിക്കുന്നു. അതൊരവസ്ഥയല്ല, അത് മറ്റൊരവസ്ഥയല്ല. ഈ വെളിച്ചമുള്ളതും മങ്ങിയ വെളിച്ചവും ഇരുട്ടും പോലെ 4ാമതൊരവസ്ഥയല്ല തുരീയത്വം. തുരീയാവസ്ഥ എന്നുള്ളൊരവസ്ഥയില്ല. തുരീയൻ എന്നുള്ളത് ആത്മാവിന്റെ പര്യായമാണ്, ജീവന്റെ പര്യായമാണ്. ഞാൻ ഇതിൽ നിന്ന് 3ൽ നിന്നും വ്യതിരിക്തനാണ്. ആ അറിവും ബോധവുമുള്ളവനാണ് തുരീയൻ. ഇതിൽ നിന്ന് വ്യതിരിക്തനാണ് എന്നുള്ള ബോധം ആരിലാണോ എപ്പോഴും ഉള്ളത് അവനാണ് തുരീയൻ. ഇതുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ 3 അവസ്ഥകളുമായിട്ട് എപ്പോഴും താതാത്മ്യം പ്രാപിക്കുന്നവനാണെങ്കിൽ ജാഗ്രതുമായി താതാത്മ്യം പ്രാപിച്ച ജീവനെ, ആ വേഷവുമായി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നവനെ എന്ത് ചെയ്യുന്നു? അവനെ വിശ്വൻ എന്ന് വിളിക്കുന്നു. സ്വപ്നവുമായി താതാത്മ്യം പ്രാപിച്ച് ഭയപ്പെട്ട് നിലവിളിച്ച് കരയുന്നവനെ തൈജസൻ എന്ന് വിളിക്കുന്നു. സുഷുപ്തിയിൽ ഒന്നും അറിയാതെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സുഖമായി ഉറങ്ങുന്നവനെ പ്രാജ്ഞൻ എന്ന് വിളിക്കുന്നു. ഈ വിശ്വ തൈജസ പ്രാജ്ഞന്മാരല്ല വാസ്തവത്തിൽ ഞാൻ. അത് 3ഉം എൻ്റെ വേഷങ്ങളാണ്, എൻ്റെ അനുഭവ മണ്ഡലങ്ങളാണ്, നിത്യവും ഞാൻ കടന്നു പോകുന്ന വഴികളാണ്. അല്ലേ, സഞ്ചാരിയായ ഞാൻ, യാത്രികനായ ഞാൻ ഈ മാർഗത്തിൽ നിന്ന്, ഈ ഞാൻ കടന്നു പോകുന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുള്ള ബോധം നിരന്തരമായി അഭ്യസിച്ച് ഉറപ്പിക്കണം. അപ്പൊ ആ തുരീയനാണ് ജീവൻ, ആത്മാ. അതുതന്നെയാണ് ഭഗവാനും, അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതുതന്നെയാണ് ഭഗവാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈ ഓരോ അവസ്ഥകളുമായിട്ടുള്ള താതാത്മ്യങ്ങളാണ് നമ്മുടെ സംസാരത്തിന് കാരണം, ദുഃഖത്തിന് കാരണം. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ചുറ്റുപാടുകളുമായി താതാത്മ്യം പ്രാപിച്ച് അതിൻ്റെ നന്മ തിന്മകളെ താരതമ്യം ചെയ്ത് നമ്മൾ വിഷമിക്കുന്നു. വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ കടന്നു പോകാൻ നോക്കൂ, അവിടെ തന്നെ ഒട്ടി നിൽക്കാതിരിക്കൂ. ഒരു വഴിയാവുമ്പോൾ പലതും കാണും, അല്ലെ? ഒരു യാത്ര നമ്മൾ പോകുന്ന സമയത്ത് തുറസായ വെളിച്ചമുള്ള സ്ഥലത്ത് പല ഭാഗത്തും മാലിന്യങ്ങൾ കാണും, ചില ഭാഗത്ത് പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് കാണും, ചില ഭാഗത്ത് സജ്ജനങ്ങളെ കാണും, ചില ഭാഗത്ത് ദുർജനങ്ങളെ കാണും. കശാപ്പ് കട കാണും, മദ്യക്കട കാണും, പൂക്കട കാണും, പുസ്തകക്കട കാണും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്തതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, മുന്നോട്ട് പോവുക. ഇതുപോലെ ജാഗ്രതയിൽ നമ്മൾ എപ്പോഴും അലേർട്ടായി നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഈ ശരീരത്തെ നിലനിർത്താനും മറ്റു കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഇത് മാത്രം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റലിജന്റായിട്ട് ജീവിക്കുന്നു. ആത്മാവിനെ ബുദ്ധിമുട്ടിക്കാതെ, അല്ലേ, വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തലയിടാതെ സുഖമായി ജീവിക്കുന്നു. അതാണ് സാധിക്കേണ്ടത്. അത് സാധിക്കുന്നവരാണ് ഇവിടെ ജീവൻ മുക്തന്മാരെന്ന് പറയപ്പെടുന്നത്. അവരാണ് സ്ഥിതപ്രജ്ഞന്മാർ, അവരാണ് ജ്ഞാനികൾ, അവരാണ് പണ്ഡിതന്മാർ, അവരാണ് യോഗികൾ, അവരാണ് സിദ്ധപുരുഷന്മാർ. ഈ ആത്മാവായി സ്വയം വേറിട്ട് നിൽക്കാൻ, ഈ സ്വപ്ന ജാഗ്രത സുഷുപ്തികളാകുന്ന അവസ്ഥകളുമായി താതാത്മ്യം പ്രാപിക്കാതെ സ്വതന്ത്രനായി നിൽക്കാൻ ആർക്കാണോ കഴിവുള്ളത് അവരാണ് മഹാത്മാക്കൾ. അപ്പോൾ ഈ ആത്മാവിൻ്റെ തത്വത്തെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. എന്താണ് ആത്മാവിൻ്റെ സ്വരൂപം എന്ന്. അപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ ഉള്ളിലെ ആത്മാവായിട്ട് ഞാനുണ്ട്.
എല്ലാമായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആത്മാവിനൊരു കാലത്തും നാശവും ഇല്ല. ആത്മാവ് നിങ്ങളെ വിട്ട് എവിടേക്കും പോകുന്നും ഇല്ല. ആ ആത്മാവാണ് ഞാനെന്ന് നിങ്ങൾക്ക് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞാൻ ദൂരത്താണ് എന്ന് വിഷമിക്കുകയില്ല. നിങ്ങളുടെ ആത്മാവായിരിക്കുന്ന ഞാൻ ഈ കൃഷ്ണരൂപത്തിൽ വേറിട്ടിരിക്കുന്നുവെങ്കിലും ആത്മരൂപത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കുന്നില്ല. യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്ഥിതഃ തന്നിരുന്ദ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത. യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്ഥിതഃ തന്നിരുന്ധ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത. അപ്പോൾ നമ്മൾ ഈ നാനാത്വം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ കൽപ്പനകളാണ്, സങ്കല്പങ്ങളാണ്. ആ മനസ്സിനെയാണ് നമ്മൾ നിരോധിക്കേണ്ടത്. ആ മനസ്സിനെ വേണ്ട പോലെ നിരോധിച്ച് ആ മനസ്സിനെ നമ്മൾ ശരിയായ ബോധം കൊടുക്കണം. ശരിയായ ബോധം കൊണ്ട് തന്നെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. എന്താണ് ശരിയായ ബോധം? നേഹനാനാസ്തി കിഞ്ചന, ഇവിടെ പലതില്ല, ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ, ഒരേ ഒരു വസ്തു. അതാണ് ആത്മാ, അല്ലെങ്കിൽ ബ്രഹ്മം, അല്ലെങ്കിൽ ഈശ്വരൻ, ചൈതന്യം എന്നൊക്കെ പല പേരിൽ പറയുന്നത്. ഈ ഒരേ വസ്തുവിനെ പലതായി വ്യാഖ്യാനിക്കുന്നത്, പലതായി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിനെ ഒന്ന് നേരെയാക്കി എടുക്കണം. അതിനാണ് നിരോധം എന്ന് പറയുന്നത്. മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണ്. കാണേണ്ടത് കാണേണ്ട രീതിയിൽ കാണാനുള്ള മനസ്സിന്റെ ശേഷിയെ തിരിച്ചു കൊണ്ടുവരലാണ് നിരോധം. അതല്ലെങ്കിൽ മനസ്സ് അഴുക്ക് പിടിച്ച ഒരു, നിങ്ങൾ ഇട്ടിരിക്കുന്നതായിട്ടുള്ള കണ്ണടയിൽ മുഴുവൻ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുമോ? നിങ്ങൾ ഓടിക്കുന്ന കാറിന്റെ വിൻഷീൽഡ് അഥവാ ഫ്രണ്ട് ഗ്ലാസ് മുഴുവൻ ചെളിയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ളത് വ്യക്തമായി കാണാൻ പറ്റുമോ? നിങ്ങളുടെ കണ്ണിന് തന്നെ മഞ്ഞപ്പിത്തം പോലെയുള്ള സൂക്കേടുകൾ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? തിമിരം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? കാറിന്റെ കണ്ണാടിയിൽ ചെളിയുണ്ടെങ്കിൽ കഴുകിക്കളയണം. കണ്ണാടിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കണം, അല്ലേ? ഇനി മഞ്ഞപ്പിത്തമോ തിമിരമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് കണ്ണിന് കാഴ്ച നേരെയാക്കണം. അതുപോലെ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു കണ്ണാടിയുണ്ട്. ഈ ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്ന കണ്ണാടി. അതില് നിറയെ കളങ്കങ്ങളാണ്, അതിൽ മുഴുവൻ അഴുക്കാണ്. അത് നേരെയാക്കിയാലേ നമുക്ക് ദൃഷ്ടി നേരെയാവുള്ളൂ, ദർശനം വേണ്ടതുപോലെ ആവുള്ളൂ. അതിന് ഏതാണ് ദർശനം പഠിക്കേണ്ടത്? അതിന് എല്ലാം ഒന്നാണെന്നുള്ള ദർശനം, അദ്വൈത ദർശനം പഠിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഉത്തിതഃ സ്വപ്നവത് ഇന്ദ്രിയാർത്ഥാൻ മൃഷാധ്യായേത ഏന ധ്യായൻ ഇന്ദ്രിയാണി പ്രത്യപദ്യത തത് വിനിദ്രഃ നിരുന്ധ്യാത്. ഉത്തിതഃ ഉണർന്നിരിക്കുന്നതായിട്ടുള്ള ഒരാള് സ്വപ്നവത് ഇന്ദ്രിയാർത്ഥാൻ മൃഷാധ്യായേത, തൻ്റെ സ്വപ്നത്തിൽ താൻ കണ്ടതായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ മൃഷയാണെന്ന് കാണുന്നു. ഒന്നും സത്യമായിരുന്നില്ല, താൻ സ്വപ്നത്തിൽ കണ്ടതൊന്നും സത്യമായിരുന്നില്ല എന്ന് ഉണർന്നിരിക്കുമ്പോഴേ കാണുന്നുള്ളൂ. അയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കെല്ലാം സത്യം. അപ്പോൾ എപ്പോഴാണോ ഉണർന്നു കഴിയുമ്പോൾ അയാളുടെ സ്വപ്ന ദൃശ്യങ്ങളെല്ലാം, സ്വപ്നത്തിൽ കണ്ട ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം മിഥ്യയാണ് എന്ന് അയാൾക്ക് ബോധ്യം വരുന്നു, ഉറപ്പ് വരുന്നു. അപ്പൊ എങ്ങനെയാണോ ഉത്ഥിതനായിട്ടൊരാൾ സ്വപ്നത്തിലെ ഇന്ദ്രിയാർത്ഥങ്ങളെ മൃഷാധ്യായേത, അത് മൃഷയാണെന്ന് അറിയുന്നത്, ഏന ധ്യായൻ ഇന്ദ്രിയാണി പ്രത്യപദ്യത, ഏതൊന്നുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അതെല്ലാം സത്യമാണെന്ന് പ്രാപിച്ചുവോ. മുമ്പ് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങൾ, മനസ്സിന്റെ സ്വാധീനം ആ ഇന്ദ്രിയങ്ങൾക്ക് ഇതെല്ലാം സത്യമാണെന്ന് കാണിച്ചു കൊടുത്തു. അതേ മനസ്സ് തന്നെ ഉണർന്നപ്പോൾ അതേ മനസ്സ് തന്നെ
ധ്യാനിച്ച് ഇതൊന്നും സത്യമായിരുന്നില്ല എന്നും കാണിച്ചു കൊടുത്തു. അപ്പോൾ ആരാ അവിടുത്തെ കുഴപ്പക്കാരൻ? ഉണർന്നപ്പോഴും ഉറങ്ങിയപ്പോഴും സ്വപ്നം കണ്ടപ്പോഴും നമ്മൾക്ക് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്, സ്വപ്നത്തിലെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് മനസ്സാണ്. ഉണർന്നപ്പോൾ ചിന്തിച്ച് അതൊക്കെ മൃഷയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയതും മനസ്സാണ്. അപ്പോൾ തത് വിനിദ്രഹ നിരുന്ധ്യാത്, അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞുകൊണ്ട് തത് എന്ന് പറഞ്ഞാൽ തന്മനഃ, ആ മനസ്സിനെ വിനിദ്രഹ, വിനിദ്രഹ വിഗത നിദ്രഹ, നിദ്ര വെടിഞ്ഞവനായി, ഉത്ഥിഷ്ഠത ജാഗ്രത, അതാണ് ഇവിടെ വിനിദ്രഹ, നല്ലതുപോലെ ഉണർന്ന് ജാഗ്രതയോടുകൂടിയവനായിട്ട് നിരുന്ധ്യ, ആ മനസ്സിനെ നിരോധിക്കണം. സംഭവം കള്ളൻ മനസ്സാണെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിനെ വേണ്ട പോലെ അടക്കണ്ടേ? കള്ളന്മാരുടെ കയ്യിൽ താക്കോല് കൊടുത്താൽ അവരവരുടെ തോന്നിയവാസം കാണിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഈ കള്ളനാകുന്ന മനസ്സിനെ ഏൽപ്പിച്ചാലോ? ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ തന്നുകൊണ്ടിരിക്കുന്ന, തെറ്റിദ്ധാരണകൾ നൽകുന്ന ഈ മനസ്സിനെ നമ്മളെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ കൊടുക്കരുത്. പിന്നെയോ അതിനെ വിവേകം കൊണ്ട്, നല്ല ബുദ്ധി കൊണ്ട്, ശരിയായ ജ്ഞാനം കൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കണം. ഈ മനസ്സാണ് എല്ലാ ഇന്റർപ്രിട്ടേഷനും ചെയ്യുന്നത്. എല്ലാ തോന്നിയവാസങ്ങൾക്കും കാരണക്കാരൻ ഈ മനസ്സാണ്. മനസ്സില്ലെങ്കിൽ നമ്മൾ ജയിച്ചു. ഇത് ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിയിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞ ആശയമാണ്. നഹ്യസ്ത്യവിദ്യാ മനസോതിരിക്ത മനോഹ്യവിദ്യാ ഭവബന്ധഹേതുഃ തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭതേ. വിവേക ചൂടാമണിയിൽ ഈ മനോമയ കോശം എന്നുള്ള ഭാഗത്ത് മനസ്സിനെ കുറിച്ച് ആചാര്യ ഭഗവത്പാദർ വ്യക്തമാക്കുകയാണ്. നഹ്യസ്ത്യവിദ്യാ മനസോതിരിക്ത, മനസഃ അതിരിക്ത അവിദ്യ നഹി അസ്തി. മനസ്സിൽ നിന്ന് വ്യതിരിക്തമായിട്ട്, വ്യത്യസ്തമായിട്ട് മറ്റൊരു അവിദ്യ ഇല്ല, മറ്റൊരു മായ ഇല്ല. അവിദ്യ തന്നെയാണ് മായ, മായ തന്നെയാണ് അവിദ്യ. വ്യഷ്ടിയിൽ അവിദ്യ എന്ന് പറയുന്നു, സമഷ്ടിയിൽ മായ എന്ന് പറയുന്നു. അപ്പോ അവിദ്യ നഹി അസ്തി, ഏതിൽ നിന്ന്? മനസ്സഹ അതിരിക്ത, മനോഹി അവിദ്യ. ഹി എന്നത് നിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. മനോഹി അവിദ്യ, മനസ്സ് തന്നെയാണ് അവിദ്യാമായ. ഭവബന്ധഹേതുഹു, നമ്മുടെ ഭവബന്ധത്തിന് അഥവാ സംസാര ബന്ധനത്തിന്, ദുഃഖങ്ങൾക്ക്, എല്ലാ കൺഫ്യൂഷനുകൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കാരണക്കാരൻ ഈ മനസ്സാണ്. മനോഹി അവിദ്യ ഭവബന്ധഹേതുഹു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം. ഈ മനസ്സ് നഷ്ടപ്പെട്ടാൽ എല്ലാ അനുഭവങ്ങളും നഷ്ടമായി. അതിന് എന്താണ് ദൃഷ്ടാന്തം വെച്ചാൽ സുഷുപ്തി. സുഷുപ്തിയിൽ മനസ്സില്ല. ഗാഢ സുഷുപ്തിയിൽ നമ്മൾ നന്നായി ഉറങ്ങുമ്പോൾ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, മനസ്സുറങ്ങി. മനസ്സുറങ്ങുന്നതോടുകൂടി മനസ്സ് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ആ സമയത്ത് നമുക്ക് ഒരു സംസാര ദുഃഖങ്ങളും ഇല്ല. അവിടെ എന്താ നിങ്ങൾക്ക് സുഷുപ്തിയിലെ അനുഭവം? സുഖമായി ഉറങ്ങി. അപ്പൊ സുഖമാണ് അവിടുത്തെ അനുഭവം. എല്ലാവരും പറയുന്നു നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ, ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ സ്വപ്നങ്ങളും വേണ്ടാത്ത ഉപദ്രവങ്ങളും ഇല്ലെങ്കിൽ, നല്ല സുഷുപ്തി കിട്ടിയിരുന്നെങ്കിൽ, എല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ പറയുന്ന എന്താ? ഞാൻ സുഖമായി ഉറങ്ങി. അപ്പോ സുഷുപ്തിയിലെ ഒറ്റ അവസ്ഥയേ ഉള്ളൂ, സുഖം. ഗാഢസുഷുപ്തി എല്ലാവർക്കും സുഖത്തെ നൽകുന്നു. ആ സുഖമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എനർജി, അല്ലേ? ഓരോ ദിവസവും നമ്മൾ രാത്രി സുഖമായി ഉറങ്ങിക്കഴിയുമ്പോഴാണ് നമ്മുടെ ശരീര മനോബുദ്ധികളെല്ലാം ഫ്രഷായി മാറുന്നത്, ശക്തിയുള്ളതായി മാറുന്നത്. ഒരു റീചാർജാണ്. മറ്റ് ഉപകരണങ്ങളൊക്കെ അതിന്റെ ചാർജ് തീരുമ്പോൾ ചാർജിലിടും പോലെ നമ്മൾ രാത്രിയിൽ ഈ സുഷുപ്തിയിൽ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം റീചാർജ് ചെയ്യണം.
അപ്പൊ ഇതില് നമുക്ക് സുഷുപ്തിയിലെ അനുഭവമാണ് ഈ മനസ്സ് പ്രവർത്തിക്കാത്തത് കൊണ്ട് നമ്മൾ ശാന്തരാണ്, സ്വസ്ഥരാണ്, സുഖം അനുഭവിക്കുന്നവരാണ്. അപ്പൊ ആരാ പ്രശ്നക്കാരൻ? മനസ്സാണ് പ്രശ്നക്കാരൻ. മനോഹി അവിദ്യാ ഭവബന്ധ ഹേതു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേ അസ്മിൻ സകലം വിജൃംഭതേ അസ്മിൻ വിജൃംഭിതേ സതി. ഈ മനസ്സ് വിജൃംഭിച്ചു വരുമ്പോൾ, വികസിച്ചു വരുമ്പോൾ, ഉണർന്നു വരുമ്പോൾ സകലം വിജൃംഭതേ. സകലം എന്ന് പറഞ്ഞാലോ സംസാരം വികസിച്ചു വരുന്നു. നമ്മുടെ ചുറ്റുപാടുള്ള നാനാത്വ ബോധമെല്ലാം, പ്രശ്നങ്ങളെല്ലാം ഉണർന്നു വരുന്നു. മനസ്സുണരുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും വീണ്ടും പൊങ്ങി വരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ മനസ്സിനെ ഉറക്കുക, അല്ലേ? അതാണ് ഇപ്പൊ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ മനസ്സിനെ ഉണർക്കുക? വല്ല ലഹരിയും കഴിക്കുക. ഈ ലഹരി കഴിച്ചു കഴിഞ്ഞാല് മനസ്സ് അത് വേണ്ട പോലെ പ്രവർത്തിക്കാതെയാവും. മനസ്സും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കാതെയാവും. പിന്നെ വെറും ഒരു യന്ത്രം മാത്രമായിട്ട് മാറുകയാണ്. മനസ്സില്ലാത്ത നമ്മളെ ഇനിയിപ്പോ AI കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നതായിട്ടുള്ള യന്ത്രമനുഷ്യരെ പോലെ. പക്ഷെ അങ്ങനെ ആരെയും ഉപദ്രവിക്കാത്ത ശാന്തന്മാരായിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പൊങ്ങി വരുന്നുണ്ട്, അവരുടെ നിയന്ത്രണത്തിലല്ലാതെ. ഉള്ളിലുള്ള വിഷമൊക്കെ പൊങ്ങി വരും. നിഷ്കളങ്കരാണെങ്കിൽ അവരുടെ നിഷ്കളങ്കത പൊങ്ങി വരും. അത് അവരുടെ നിയന്ത്രണത്തിലല്ല. പറഞ്ഞു വന്നത്, ചിലർ മനസ്സിനെ ലയിപ്പിക്കാൻ, മനസ്സിനെ ഉറക്കാൻ ഇങ്ങനെയൊക്കെ പലതും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ മനസ്സിനെ വേണ്ട പോലെ അറിവ് കൊടുത്തിട്ടാണ് ക്രിസ്റ്റൽ ക്ലിയറാക്കി വെക്കുകയാണ് വേണ്ടത്. മനസ്സിന് ഒരു തരത്തിലും നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. മനസ്സിനെ ക്രിസ്റ്റൽ ക്ലിയറാക്കി അതിന് സ്വയം ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ശേഷി കൊടുക്കരുത്. നമ്മുടെ ബുദ്ധിയായിരിക്കണം കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം. പാർത്ഥസാരഥിയായിട്ട് മനസ്സാകുന്ന കടിഞ്ഞാൺ, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, ശരീരമാകുന്ന രഥം, ജീവനാകുന്ന അർജുനൻ, ബുദ്ധിയാകുന്ന സാരഥി. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനായ ബുദ്ധിയാണ് ഭഗവാൻ. അപ്പൊ സർവ അറിവുകളും നേടിയ സത്യത്തെക്കുറിച്ചിട്ടുള്ള പൂർണ്ണ ബോധ്യമുള്ള അച്യുതന്മാരാവട്ടെ നമ്മുടെ ബുദ്ധികൾ. ആ അറിവ് നിറഞ്ഞ സത്യത്തെ വ്യക്തമായി കാണാൻ കഴിവുള്ള ബുദ്ധി കൊണ്ട് ഈ ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കണം. ആ മനോനിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. എങ്കിലേ ഈ രഥം വേണ്ട രീതിയിൽ എത്തേണ്ടടുത്ത് ലക്ഷ്യത്തിലെത്തുള്ളൂ. അപ്പോഴേ രഥത്തിലിരിക്കുന്ന സ്വാമിക്ക്, യജമാനന് ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഇത് വളരെ മനോഹരമായിട്ട് കഠോപനിഷത്തിൽ പറഞ്ഞ ദൃഷ്ടാന്തമാണ്, ഉദാഹരണമാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയമനോയുക്തം ഭോക്തേത്യാഹുർമനീഷിണഃ. അപ്പൊ നമ്മള് ഭോക്താക്കളാണ് ജീവന്മാര്. ഭോക്താ ഇതി ആഹു. ആത്മേന്ദ്രിയ മനോയുക്തം ഇതെല്ലാം കൂടി ചേർന്ന സംഘാതത്തിനെയാണ് ഭോക്ത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭോക്താവിന് സ്വന്തം നിയന്ത്രണം തന്റെ കയ്യിൽ തന്നെ ആവണം. ഈ ബുദ്ധി തെളിഞ്ഞതാവണം, മനസ്സ് ശുദ്ധമാകണം. അതാണ് ഇവിടെ മനോനിരുന്ധ്യാത്. അതാണ് വിനിദ്രഹ നിരുന്ധ്യാത്. വിനിദ്രനായിട്ട്, നിദ്ര വെടിഞ്ഞവനായി, തമോ ഗുണത്തെ വെടിഞ്ഞവനായി സത്വഗുണത്തെ വർദ്ധിപ്പിച്ച് മനസ്സിനെ നിരോധിക്കാൻ അഭ്യസിക്കണം. ആ മനസ്സിന്റെ നിയന്ത്രണമാണ് ഒരാൾക്ക് സാധിക്കേണ്ടത്. എന്നിട്ട് നിയന്ത്രിച്ച മനസ്സിനെ ധ്യാനിക്കേണ്ട വിഷയത്തിലേക്ക് ഉറപ്പിക്കാൻ കഴിയണം. അത് ഇവർക്ക് സാധിക്കേണ്ട ആർക്ക്? ഗോപികമാർക്ക്. എങ്ങനെ? മറ്റ് വിഷയങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ നിരോധിച്ച് ഭഗവാനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
ഭഗവാനെ ചിന്തിക്കൽ ഒരു ധ്യാനം തന്നെയാണ്. ഭഗവാനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയാൻ പോകുന്നു. നമുക്ക് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങളാണ്. നമുക്ക് വൈകുന്നേരം തുടർന്ന് കാണാം. അപ്പോൾ ചിത്തവൃത്തി നിരോധം അത് ഉപദേശിക്കുകയാണ്. യേനേന്ദ്രിയാർത്ഥാൻ ധ്യായേത മൃഷാ സ്വപ്നവദുത്തിതഃ തന്നിരുന്ധ്യാദിന്ദ്രിയാണി വിനിദ്രഃ പ്രത്യപദ്യത. നമുക്ക് വൈകുന്നേരം തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. നാളെ രാവിലെയും വൈകുന്നേരവും ക്ലാസ് പറ്റില്ല. കാരണം 2 പരിപാടികളുണ്ട്. നാളെ രാവിലെ പുത്തൂർ ഉത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് പുത്തൂര് രാവിലെ 11 മുതൽ 12:30 വരെ ഗായത്രി മാഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമുണ്ട്. പാലക്കാട്ടുകാർക്കൊക്കെ വരാം. പുത്തൂർ തിരുവരാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ. വൈകുന്നേരം രാമനവമിയുടെ പ്രോഗ്രാം ആരംഭിക്കുകയായി. പാലക്കാട് കോട്ടയ്ക്കകം ഹനുമാൻ ക്ഷേത്രത്തിൽ 5 മുതൽ 6:15 വരെ. ഇനിയിപ്പോൾ 9 ദിവസം പ്രഭാഷണം ഉണ്ടാവും. പുരുഷ സൂക്തമാണ് അവിടെ എടുക്കാൻ പോകുന്നത്. പറ്റിയാൽ ഓൺലൈൻ ചെയ്യാം. കോട്ടയ്ക്കകത്തുള്ളത് ഓൺലൈൻ ചെയ്യാം. പുത്തൂരിലുള്ളത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലിങ്ക് നോക്കാം. മറ്റന്നാൾ രാവിലെ ഉണ്ടാവും. മറ്റന്നാൾ തൊട്ട് ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവില്ല. പ്രിപ്പയർഡ് ആയിരുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. വൈകുന്നേരത്തെ ലൈവ് നോക്കാം. രാവിലത്തെ എനിക്ക് ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ. തിരക്കുള്ള സ്ഥലമാണ് പുത്തൂര്. അവിടെ അവരുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള യൂട്യൂബ് ഉണ്ട്. അതിനെ നമുക്ക് പിന്നീട് ഞാൻ ലിങ്ക് അയച്ചു തരാം. ഹരി ഓം. അല്ലെങ്കിൽ നിങ്ങൾ തപ്പിയെടുക്കുക. പുത്തൂർ തിരുവരാക്കൽ ഭഗവതി തപ്പിയെടുത്ത് യൂട്യൂബ് തപ്പിയെടുക്കുക. ഹരി ഓം.